ഐ എം ദ ഓൺലി വേ, ഐ എം ദ ഓൺലി ട്രൂത്ത് ആൻഡ് ഐ എം ദ ഓൺലി ലൈഫ് എന്ന് പറഞ്ഞാൽ വഴി ഞാൻ മാത്രമേ ഉള്ളൂ, സത്യം ഞാൻ മാത്രമേ ഉള്ളൂ, ജീവൻ ഞാൻ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ക്ലെയിം. എക്സ്ക്ലൂസീവ് ക്ലെയിം എന്ന് പറഞ്ഞാൽ ഇത് മറ്റെല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രസ്താവനയാണ്. ദൈവത്തിന് ഒത്തിരി മഹത്വം, സ്തുതി, ആരാധന സമർപ്പിക്കുന്ന ഈ രാത്രിയിൽ നമ്മൾ ദൈവത്തിന്റെ വചനം ചിന്തിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ കർത്താവ് എനിക്ക് നൽകുന്ന പ്രേരണ മലാഖിയുടെ പുസ്തകത്തിലെ ചില വചനങ്ങൾ നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. മലാഖിയുടെ പുസ്തകത്തിലെ ചില വചനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ ആമുഖമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. ശക്തമായ ദൈവാനുഭവത്തിന് വേണ്ടി ദാഹിക്കണം, അതിശക്തമായ ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി ആഗ്രഹിക്കണം. കർത്താവെ എന്നെ സ്പർശിക്കണേ എന്ന് പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. നമുക്ക് ഈ 3 ദിവസങ്ങൾ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാനായിട്ട് ഹൃദയങ്ങൾ നന്നായിട്ട് തുറക്കപ്പെട്ടാൽ വലിയ അനുഗ്രഹം ദൈവം നമുക്ക് തരും. അത് ദാഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ദാഹിക്കണം, ആഗ്രഹിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തമായിട്ട് ദാഹിക്കണം, ആഗ്രഹിക്കണം. എന്താ ചെയ്യണം? ദാഹിക്കണം. അങ്ങനെയാണ് ഈശോ പറഞ്ഞത്. എന്താ കർത്താവ് പറഞ്ഞത്? ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞേ. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ഇതാണ് കർത്താവ് പറഞ്ഞത്. ദാഹിക്കുന്നവൻ. ഇനി അതുപോലെ തന്നെ ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കർത്താവ് പറഞ്ഞു? നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അപ്പൊ അതുകൊണ്ട് ഈ ദാഹം പ്രധാനപ്പെട്ടതാണ്. ദാഹം വേറെ ആർക്കെങ്കിലും വെളിയിൽ നിന്ന് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? സിസ്റ്ററിന് ഇച്ചിരി ദാഹിക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ സിസ്റ്ററിനെ ഒന്ന് ഫോഴ്സ് ചെയ്താൽ സിസ്റ്ററിന് ദാഹം ഉണ്ടാവുമോ? ഇല്ല, ഉണ്ടാവില്ല. ദാഹം അകത്തുനിന്ന് വരണം. അപ്പൊ അതുകൊണ്ട് ആ ദാഹത്തിന് വേണ്ടി കർത്താവ് എങ്ങനെയാണ്, അതായത് നമ്മൾ ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു എന്നൊരു വചനം കാറ്റഗിസത്തിൽ കിടപ്പുണ്ട്. നമ്മൾ ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു പറയുകയാണ്. അങ്ങനെ മതബോധന ഗ്രന്ഥം പറയുകയാണ്. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ പറയും, നമ്മൾ ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്ക് പറ്റിപ്പോയ ഒരു വലിയ അപരാധം, നമുക്ക് ഈ ദാഹം നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് വന്ന് ചേർന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഒരു വാക്ക് ഞാൻ പറയാം, അതൊന്നൊക്കെ പറയണം. അലംഭാവം എന്ന് പറഞ്ഞേ. അതെന്താണ്? അലന്റെ ഭാവം അല്ല. അലംഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ കോംപ്ലിസൻസി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. കോംപ്ലിസൻസി അത് ഈ ചരിത്രത്തിൽ ഉപയോഗിച്ച് കണ്ടത് ഈ വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇംഗ്ലീഷുകാരുടെ ചരിത്രത്തിൽ. വിക്ടോറിയ രാജ്ഞി ഭരിച്ചിരുന്ന കാലം. ആ കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ എഴുതുമ്പോൾ അവർ പറയും, അവരുപയോഗിച്ചൊരു വാക്കാണ് വിക്ടോറിയൻ കോംപ്ലിസൻസി. വിക്ടോറിയൻ കോംപ്ലിസൻസി എന്ന് പറഞ്ഞാൽ, വിക്ടോറിയൻ കാലഘട്ടത്തിൽ ആളുകളുടെ എല്ലാം, ഇംഗ്ലീഷുകാരുടെ എല്ലാം ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്. അതുകൊണ്ട് വിക്ടോറിയൻ കാലഘട്ടത്തിൽ എല്ലാം തികഞ്ഞവരാണ്, ഞങ്ങൾക്കിനി ഒന്നിൻ്റെ ആവശ്യമില്ല എന്ന ഒരു ചിന്ത ഇംഗ്ലീഷുകാർക്കുണ്ടായിരുന്നതിനെ സൂചിപ്പിക്കാൻ ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്ന വാക്കാണ് വിക്ടോറിയൻ കോംപ്ലിസൻസി. അപ്പോൾ ഈ വിക്ടോറിയൻ ആ കാലഘട്ടത്തിൽ ചരിത്രം പറയും, ഇംഗ്ലീഷുകാരുടെ ചരിത്രത്തിലെ ഏറ്റവും അപജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും കാലമായിരുന്നു അത്. ഇങ്ങനെ ചിന്തിച്ചിരുന്നൊരു ജനത മുകളിലേക്കല്ല പോയത്, താഴേക്കാണ് പോയത്. അപ്പോൾ ഈ കോംപ്ലിസൻസി എന്ന് പറയുന്ന വാക്ക് ബൈബിളിൽ ഉണ്ടോ എന്ന് ഞാനിങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കി. എനിക്ക് ഒരു വചനം കിട്ടി. ആ വചനം ഞാനത് ഇംഗ്ലീഷ് വായിച്ചപ്പോൾ അത് കോംപ്ലിസൻസി എന്നാണ്. അത് മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ രസകരമായൊരു വാക്കാണ് ഇത് തർജ്ജമ ചെയ്തവർ കൊടുത്തിരിക്കുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന വാക്ക് വായിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. സുഭാഷിതങ്ങളുടെ പുസ്തകം 1:32. അപ്പോൾ അതായത് അതിന് ഇംഗ്ലീഷ് എങ്ങനെയാണ്? ഫോർ ദ സിമ്പിൾ ആർ കിൽഡ് ബൈ their turning away, the complacence of the fool destroys them. ഇംഗ്ലീഷ് അങ്ങനെയാണ്. കോംപ്ലിസൻസ് എന്ന് പറയുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ
പക്ഷെ അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിന് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. വായിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 32-ാമത്തെ വാക്യം. പ്രോവർബ്സ് 1:32 വായിക്കാമോ? ഉറക്ക അങ്ങനെ തന്നെ അങ്ങനെ വായിച്ച ആ ചേച്ചി വായിച്ച പോലെ ഉറക്കെ വായിക്കണം. വായിച്ചേ. എന്നെ വിട്ടകലുന്നത് മൂലം ശുദ്ധഗതിക്കാർ മൃതപ്പെടുന്നു. സിമ്പിൾ ആർ കിൽഡ് ബൈ ടേണിംഗ് അവേ ഫ്രം മീ. എന്നെ വിട്ടകലുന്നത് മൂലം ശുദ്ധഗതിക്കാർ കൊല്ലപ്പെടുന്നു. ശുദ്ധഗതിക്കാര് കൊല്ലപ്പെടുന്നു എന്നെ വിട്ടകലുന്നത് മൂലം. സിമ്പിൾ. ശുദ്ധഗതിക്കാർ പറഞ്ഞാൽ സിമ്പിൾ അവര് കൊല്ലപ്പെടുന്നു. അടുത്തത് ഭോഷരുടെ ആ വാക്ക് ഏതാണ്? ഈ കോംപ്ലിസൻസിന് മലയാള തർജ്ജമ ചെയ്ത ആളുകൾ കൊടുത്തിരിക്കുന്ന തർജ്ജമ അലംഭാവം എന്ന് പറയുന്ന വാക്കാണ്. എന്താണ് വാക്ക്? അലംഭാവം. നമുക്ക് ഈ കാലത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന നല്ലൊരു വാക്കാണത്, അലംഭാവം. ഇപ്പൊ ഒത്തിരി മക്കളുടെ ഹൃദയത്തിലുള്ളത് അലംഭാവമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദാഹം പോയിട്ട് ഹൃദയത്തിൽ കിടക്കുന്നത് ഒരുതരം അലംഭാവം. അതിന് ഉപയോഗിക്കാവുന്ന മറ്റൊരു വാക്കാണ് ഇൻഡിഫറൻസ്. എന്താണ് വാക്ക്? ഇൻഡിഫറൻസ്. അതിന്റെ മലയാളം നിർമമത എന്ന് പറഞ്ഞാല് ഹൃദയത്തില് ഒരു അഗ്നി കെട്ടുപോയി. അപ്പൊ ഇങ്ങനെ ഒരു യന്ത്രം പോകുന്നത് പോലെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കിയേ. അതായത് വളരെ വേഗത്തിൽ വന്നൊരു വണ്ടി, അതായിരുന്നു സഭ. വളരെ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിൽ, ഈ പോയ കാലത്ത് ലോകത്ത് ഒരു പ്രസ്ഥാനവും, ഒരു സംഘടനയും, ഒരു സമുദായവും, ഒരു മതവും ഇത്രയും വേഗത്തിൽ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടില്ല. സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ വേഗം അത് എല്ലാ അനുപാതങ്ങൾക്കും അപ്പുറത്തായിരുന്നു അതിന്റെ വേഗം. എന്തൊരു വേഗമായിരുന്നു ആദിമസഭയ്ക്ക്, എന്തൊരു സ്പീഡായിരുന്നു സിസ്റ്ററെ നമ്മുടെ ആദിമസഭയ്ക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് എന്നോട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ പറഞ്ഞു, അച്ഛാ നമ്മൾ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്, കർത്താവിന് സന്തോഷമായിരിക്കുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ പറഞ്ഞു, അയ്യോ അച്ഛാ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ദൈവത്തിനൊന്നും ഒരു സന്തോഷം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യസന്ധമായ എൻ്റെ അഭിപ്രായം. അപ്പൊ അദ്ദേഹനോട് ചോദിച്ചു, എന്താ കാര്യം? ഞാൻ പറഞ്ഞു, നമുക്ക് കിട്ടിയ റിസോഴ്സസ്, നമുക്ക് കിട്ടിയ കഴിവുകൾ, നമുക്ക് കിട്ടിയ അറിവ്, നമുക്ക് കിട്ടിയ സംവിധാനം, നമുക്ക് കിട്ടിയ സമയം, നമുക്ക് കിട്ടിയ ആരോഗ്യം, ഇതൊക്കെ വെച്ച് നോക്കിയാൽ നമ്മൾ ഒരു പിണ്ണാക്കം ചെയ്തിട്ടില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്ന് ഒരു അവകാശവാദമുള്ള ആളുകൾ പോലും ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് കിട്ടിയ റിസോഴ്സസ്, നമുക്ക് കിട്ടിയ കൃപകൾ, നമുക്ക് കിട്ടിയ ശക്തി, നമുക്ക് കിട്ടിയ സമ്പത്ത്, നമുക്ക് കിട്ടിയ അറിവ്, നമുക്ക് കിട്ടിയ പരിശീലനം, ഇത് വെച്ച് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. എന്നോട് നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, പെന്തക്കോസ്തുകാര് ഇതിന്റെ 10 ഇരട്ടി ചെയ്തിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കുമോ? കൺവെൻഷന്റെ ആദ്യ ദിവസം തന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്തെന്നറിയാം? നമ്മൾ ഈ വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കേരളത്തിൽ നിന്ന് 10,000-കണക്കിന് മിഷണറിമാർ കത്തോലിക്ക സഭയിൽ നിന്ന് വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ചെന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട്. എല്ലാ രൂപതകളിൽ നിന്നും മിഷണറിമാർ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ഒത്തിരി നമുക്ക് സങ്കടം തോന്നും, ഹൃദയം പൊട്ടും അതുങ്ങളുടെയൊക്കെ ജീവിതം കാണുമ്പോൾ. അവിടെ ഞാനൊരു അച്ഛനെ കണ്ടു. അച്ഛന് ഈ ഇച്ചിരി തണുത്ത വെള്ളം കുടിക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ അച്ഛന് തണുത്ത വെള്ളം, ഓരോരുത്തരും ഓരോ ശീലമല്ലേ, ചിലർ ചൂടുവെള്ളം കുടി, ചില തണുത്ത. അച്ഛന് തണുത്ത വെള്ളം വെക്കാനായിട്ട് ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് മർത്തോമാ സഭയിലെ പള്ളിയിലെ അച്ഛൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ വെള്ളം വെച്ച് തണുപ്പിച്ചിട്ട് അച്ഛൻ പോയി 2-3 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് തണുത്ത വെള്ളം കൊണ്ടുവന്ന് കുടിക്കും. ഞാൻ പറയുന്നത് ഇതൊന്നും തണുത്ത വെള്ളം കുടിക്കുന്നതൊന്നും അല്ല ജീവിതത്തിൽ വലിയ കാര്യം. പക്ഷേ അതുങ്ങളൊക്കെ ഒത്തിരി ആ ഇല്ലായ്മയുടെ, ആ കഷ്ടപ്പാടിൻ്റെ എല്ലാം നടുവിൽ നന്നായിട്ട് കഷ്ടപ്പെട്ട് ദൈവത്തെ ശുശ്രൂഷിച്ച് ആത്മാക്കളെ തേടി നടക്കുന്നുണ്ട്. ഒത്തിരി പേരില്ലെന്ന് ഞാൻ പറയുന്നില്ല കേരളത്തിൽ നിന്ന്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആ ഗ്രാമങ്ങളിൽ എന്നോടൊരു ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, ഈ വേഷം ഇട്ട ഒരാളെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുക എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ ഒരാളെന്ന് പറഞ്ഞാൽ അവർ കത്തോലിക്ക അച്ഛനെ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട്. ലക്ഷക്കണക്കിന് ഞാൻ പറയുന്നത് ഒരു അതിശയോക്തി പറയല്ല, ലക്ഷക്കണക്കിനുണ്ട് ഗ്രാമങ്ങളുണ്ട് ഇന്ത്യയിൽ. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്തെന്നറിയോ? നമുക്ക് ഈ ചങ്കുവേദന വരുന്ന എവിടാന്ന് ഞാൻ പറയട്ടെ. ഒരു കത്തോലിക്ക അച്ഛനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ അപ്പോഴും ആ ഗ്രാമത്തിൽ ഒരു പെന്തക്കോസ് പള്ളിയുണ്ട്, ഒരു ലൂതറൻ പള്ളിയുണ്ട്. അതാണ് വ്യത്യാസം. നമുക്ക് കിട്ടിയ റിസോഴ്സസും, നമുക്ക് കിട്ടിയ സംവിധാനങ്ങളും, നമുക്ക് കിട്ടിയ സമ്പത്തും, നമുക്ക് കിട്ടിയ സാഹചര്യങ്ങളും വെച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളെക്കുറിച്ച് വിളിക്കാൻ പറ്റുന്ന നല്ലൊരു വാക്കാണ് അലംഭാവം.
അലംഭാവം. പിന്നെ നല്ലൊരു വാക്കാണ് നിർമ്മമത. നിർമ്മമത. ഞാൻ ഈ ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ പഠിപ്പിച്ചത് എസ്രായെക്കുറിച്ചും നെഹമിയയെക്കുറിച്ചുമാണ്. എസ്ര നെഹമിയ പുസ്തകം വരെ ആയിപ്പം, നെഹമിയ തുടങ്ങി. അപ്പോൾ എസ്ര ഈ 9-ാം അധ്യായത്തിൽ, എസ്രായുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആളുകൾ വന്നൊരു വിവരം പറയും, റിപ്പോർട്ട് ചെയ്യും. ആളുകൾ വന്ന് പറയുന്നത്, പുരോഹിത ശ്രേഷ്ഠ, നിയമജ്ഞ, പണ്ഡിത, പ്രഭോ, സങ്കടം പറയാനുണ്ട്. സങ്കടം. ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് തിരിച്ചെത്തിയ ജനം തദ്ദേശവാസികളുമായി ഇടകലർന്ന് ദൈവത്തിന്റെ ജനത അശുദ്ധമാവുകയും ജനതകളുടെ മ്ലേച്ഛതകൾ അനുകരിച്ച് ദൈവനിന്ദയിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. മിശ്രവിവാഹത്തിൽ ഏർപ്പെടുന്നു. ദൈവത്തിന്റെ ജനത തദ്ദേശവാസികളുമായി ഇടകലർന്ന് അശുദ്ധമായി വന്ന് റിപ്പോർട്ട് ചെയ്തു. ഇത് കേട്ട ഉടനെ ഒരു ദൈവമനുഷ്യൻ സഭയിൽ നടക്കുന്ന ഒരു പ്രയാസം കേട്ട ഉടനെ അദ്ദേഹത്തിന്റെ എക്സ്പ്രഷനാണ് അടുത്തത്. ഇത് കേട്ട് ഞാൻ സ്തബ്ധനായി ഇരുന്നു. ഐ സാറ്റ് ഷോക്ക്ഡ്. ഞാൻ സ്തബ്ധനായി ഇരുന്നു. എന്നിട്ട് പറയുകയാണ്, സായാഹ്ന ബലിയുടെ സമയം വരെ ഞാൻ സ്തബ്ധനായി ഇരുന്നു. പുലരിയിൽ പ്രഭാതബലിയുടെ സമയത്ത് പ്രഭാതബലി കഴിഞ്ഞ് ഇരിക്കുന്ന പുരോഹിതന്റെ അടുത്ത് വന്ന് ജനതകൾ പറയുകയാണ്, ഈ ജനം പറയുകയാണ്, ദൈവജനം പറയുകയാണ്, പുരോഹിത ശ്രേഷ്ഠ, തദ്ദേശവാസികളുമായി ഇടകലർന്ന് ജനം അശുദ്ധമായി, ദൈവജനം നശിക്കാൻ പോകുന്നു. ഇത് കേട്ടിട്ട് ഐ വാസ് ഷോക്ക്ഡ്. ഈ ഷോക്കാണ് നമ്മളിൽ നിന്ന് പോയത്. ഈ ഷോക്ക് നമ്മളിൽ നിന്ന് പോയി. നമ്മളെ ഭാരപ്പെടുത്തുന്നത് വേറെ എന്തൊക്കെയാണ്, നമ്മളെ അലട്ടുന്നത് മറ്റെന്തൊക്കെയാണ്. നശിച്ചു പോകുന്ന ആത്മാക്കളുടെ എണ്ണം നമ്മളെ ഭാരപ്പെടുത്തുന്നില്ല. ദൈവത്തെ അറിയാത്ത മനുഷ്യരുടെ എണ്ണം നമ്മളെ ഭാരപ്പെടുത്തുന്നില്ല. നമ്മളെ ഇത് ഷോക്കി. അപ്പൊ പറയാണ്, എന്നിട്ട് അദ്ദേഹം അവിടെ വചനം പറയാണ്, തലമുടിയും താടിയും വലിച്ചു പറിച്ച് വസ്ത്രം വലിച്ചു കീറി ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു. ഇതിന്റെ ഓപ്പോസിറ്റാണ് നിർമ്മമത എന്ന് പറഞ്ഞാൽ, എത്ര പേര് നശിച്ചാൽ എനിക്കെന്ത്, എത്ര പേര് ജിഹാദികൾ കൊണ്ടുപോയാൽ എനിക്കെന്ത്, എത്ര പേര് മദ്യപാനികളായാൽ എനിക്കെന്ത്, എത്ര കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയാൽ എനിക്കെന്ത്, എത്ര പേര് ഡ്രഗിനടിമയായാൽ എനിക്കെന്ത്, എത്ര പേര് നശിച്ചാൽ എനിക്കെന്ത്. ഇൻ സോഫാറാസ് എനിക്ക് കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും കിടന്നുറങ്ങാൻ ഒരു സ്ഥലവും സഞ്ചരിക്കാൻ സൗകര്യവും എനിക്കെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ കംഫർട്ട് കറക്റ്റ് ആണെങ്കിൽ പിന്നെ എനിക്കെന്ത്. റാഡിക്കൽ ഇൻഡിഫറൻസ്, ഭയാനകമായ നിർമ്മമത. അതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ് അലംഭാവം. ഇതിന്റെ ഓപ്പോസിറ്റാണ് ദാഹം. നെഹമിയ പ്രവാസത്തെ അതിജീവിച്ച് ജെറുസലേമിൽ നിന്ന് മടങ്ങിയെത്തിയ ഈ നെഹമിയ കാണാനെത്തിയ ഹനാനി എന്ന് പറയുന്ന ഒരാളോട് നെഹമിയ ചോദിച്ചു, പ്രവാസത്തെ അതിജീവിച്ച് ജന്മനാട്ടിൽ കഴിയുന്നവരുടെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ ജെറുസലേമിന്റെ അവസ്ഥ എന്താണ്? പേർഷ്യ രാജ്യത്തെ അർത്താർക്സസ് രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു നെഹമിയ. കൊട്ടാരത്തിൽ ജോലി ചെയ്യുകയാണ്. അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നത്. നാട്ടിൽ നിന്ന് വന്ന് വിശേഷം പറയാൻ വന്ന ആളോട്, ഹനാനി എന്ന ബന്ധുവിനോട് നെഹമിയ ചോദിച്ചു, പ്രവാസത്തെ അതിജീവിച്ച് ജന്മനാട്ടിൽ കഴിയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് സഭയുടെ അവസ്ഥ ഇപ്പോ? അപ്പോ അവര് വന്ന് റിപ്പോർട്ട് ചെയ്തു, ജെറുസലേമിന്റെ നഗര കവാടങ്ങൾ അഗ്നിക്കരയായി, കവാടങ്ങൾ തകർന്ന് അതേപടി കിടക്കുന്നു. ഇത് കേട്ട് അയാള് ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നെഹമിയയുടെ പുസ്തകം 1-ാം അധ്യായം. ഇതിന്റെ ഓപ്പോസിറ്റാണ് നിർമ്മമത, അലംഭാവം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ദാഹം ആ ദാഹത്തിന് വേണ്ടി ആഗ്രഹിക്കണം. പറയാവോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. മനസ്സിലായി? ഈ നാളുകൾ, ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ടു, അതായത് സിറിയയിലേക്ക് പോയിരിക്കുന്നു. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഗർഭിണിയായൊരു പെൺകുട്ടി സിറിയയിലേക്ക് സുവിശേഷം പറയാൻ പോയിരിക്കുന്നു. അവളുടെ കൂട്ടുകാരെല്ലാം, അവളുടെ വീട്ടുകാരെല്ലാം അവളോട് പറഞ്ഞു, പ്രസവം കഴിഞ്ഞിട്ട് പോ, അവിടെ ഇതിന് ഡെലിവറിക്ക് പറ്റിയ ഹോസ്പിറ്റൽ ഉണ്ടാകുമോ,
അത് സാഹചര്യങ്ങളുണ്ടാകും. അവൾ അതൊന്നും കേട്ടില്ല. ഭർത്താവ് ഒത്ത് ഗർഭിണിയായി സ്ത്രീ സിറിയയിലേക്ക് ആത്മാക്കളുടെ രക്ഷയെ പ്രതി യാത്ര തിരിച്ചിരിക്കുന്നു. നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചവര്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവര് അലംഭാവത്തിൽ കഴിയുമ്പോഴാണ് ഇങ്ങനെ ചില ജീവിതങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. നിറവയറുമായിട്ടൊരു പെങ്കൊച്ച് പോയിരിക്കുകയാണ് സിറിയയിലേക്ക്. ഞാൻ പല ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ കാണും, കൊല്ലത്തു നിന്ന്, എറണാകുളത്തു നിന്ന്, തൊടുപുഴയിൽ നിന്ന് ഒക്കെ ചില മനുഷ്യര് അവിടെയാണ് ആഴ്ചകളായിട്ട്, ചിലര് മാസങ്ങളായിട്ട്. എനിക്ക് ചില ജീവിതങ്ങളെ അറിയാം, മാസങ്ങളായിട്ട് അവിടെയാണ്. 5-6 മക്കളുള്ള ഒരു കുടുംബനാഥനെ എനിക്കറിയാം. പല മാസങ്ങളും വടക്കേ ഇന്ത്യയിലാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഈ വേദനയുണ്ട്, ഭാരമുണ്ട്, ഈ സങ്കടമുണ്ട്, ദൈവത്തെ അറിയാത്തവരെ കുറിച്ചുള്ള വേദനയുണ്ട്, സുവിശേഷം അറിയാത്തവരെ കുറിച്ചുള്ള ഭാരമുണ്ട്. പറയാവോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ദാഹം അത് പോവരുത്. അത് നമ്മുടെ ഉള്ളിൽ ഒരു ദാഹം, ദൈവമേ, അപ്പൊ നമ്മൾ ദാഹിക്കണമെന്ന് ദൈവം, ഞാൻ എന്താ പറഞ്ഞേ, ദാഹിക്കുന്നു. നമ്മൾ ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു. നമുക്ക് ഈ ദാഹം പോയത് ദൈവത്തിന് വലിയ സങ്കടമാണ്. നമ്മൾ ദാഹിക്കണമെന്ന് നമ്മുടെ ദൈവം ദാഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞ വളരെ വേഗത്തിലൂടെ ഒരു വണ്ടിയായിരുന്നു ഇത്, ഭയങ്കര വേഗമായിരുന്നു ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്നോട് നമ്മൾ വരുന്ന വഴിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, അച്ഛാ, ഞാൻ പറഞ്ഞു, മോനെ, നമ്മളൊന്നും ചെയ്യുന്നില്ല, നമുക്ക് കിട്ടിയ റിസോഴ്സസ് വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല, നമുക്ക് ഇതൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത്, ദൈവം ഇതൊന്നും അല്ല, ഇതൊക്കെ ഒരുപാട് ഇതിനപ്പുറത്ത് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിത്. അപ്പോ ഞാൻ ഓർക്കുകയായിരുന്നു, എന്തൊരു വേഗതയായിരുന്നു പൗലോസിന്, എന്തൊരു വേഗതയായിരുന്നു പത്രോസിലേക്ക്, എന്തൊരു വേഗതയായിരുന്നു അപ്പോസ്തലന്മാർക്ക്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഭാരതത്തിലേക്ക് 1-ാം നൂറ്റാണ്ടിൽ മാർത്തോമാ ശ്ലീഹ വരുമ്പോ അദ്ദേഹത്തിന് ഒരു കാര്യം നല്ലതുപോലെ നിശ്ചയമുണ്ടായിരുന്നു. ഇനി ഒരിക്കലും ജന്മനാട്ടിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ല. അപ്പനെ അമ്മയെ ഇനി കാണാനൊന്നും പറ്റില്ല, ഇനി പ്രിയപ്പെട്ടവരെ ഒന്നും കാണാൻ പറ്റില്ല, ഇനി ഉറ്റവരെ ഉടയവരെയും ഒരു നിമിഷത്തേക്കെങ്കിലും കാണാൻ ആഗ്രഹിച്ച ഇനി കാണാൻ പറ്റില്ല. അവിടെ കച്ചവടത്തിന് വന്ന യഹൂദന്മാരുടെ കൂടെ കപ്പലിൽ കയറി ഇങ്ങോട്ട് തിരിക്കുമ്പോ സെന്റ് തോമസിന് അറിയാമായിരുന്നു ഇനി ഒരു മടക്ക യാത്രയില്ല. എന്തൊരു സ്പീഡായിരുന്നു അപ്പോസ്തലന്മാർക്ക്, എന്തൊരു സ്പീഡായിരുന്നു എസ്തപ്പാനോസിന്, എന്തൊരു സ്പീഡായിരുന്നു ഫിലിപ്പോസിന്. സമറിയായുടെ തെരുവീഥികളിൽ സുവിശേഷത്തിന്റെ തീയിറക്കിയ ഫിലിപ്പോസ് എന്ന ചെമ്മാച്ചന് എന്തൊരു സ്പീഡായിരുന്നു. അങ്ങനെ വളരെ വേഗത്തിൽ ഓടിയ ഒരു വണ്ടിയായിരുന്നു ഇത്, വളരെ സ്പീഡ്, പോകാവുന്നതിൻ്റെ ഏറ്റവും വലിയ സ്പീഡിൽ ഓടിയ വണ്ടി. പക്ഷേ എനിക്ക് തോന്നാറുണ്ട്, പോയ വഴിയിൽ എവിടെയോ വെച്ച് ഈ വണ്ടിയുടെ എഞ്ചിൻ ഓഫായി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എഞ്ചിൻ ഓഫായ ഒരു വണ്ടി പോവോ? നിങ്ങൾ പറ സിസ്റ്റർ, എന്നാ തോന്നുന്നു? എഞ്ചിൻ ഓഫായ ഒരു വണ്ടി പോവോ? പോവും സിസ്റ്ററെ, പോവും. എഞ്ചിൻ ഓഫായ ഒരു വണ്ടി പോവും. എന്താണെന്നറിയോ? നല്ല സ്പീഡിൽ ഓടി വന്നതാണെങ്കിൽ അത് കുറെ ദൂരം കൂടെ പോവും. എഞ്ചിൻ ഓഫായാലും പോവും. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെ അവസ്ഥ ഇപ്പൊ ഇതാണ്. നമ്മൾ പോകുന്നുണ്ട്, പക്ഷെ എഞ്ചിൻ ഓഫാണ്. വന്ന വേഗത്തിൽ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് അധികം താമസിക്കാതെ നിൽക്കാനിടയുണ്ട്. അതുകൊണ്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരിക്കൽ കൂടി ഈ തീ ഇറങ്ങണം. ഒരു പെന്തക്കോസ്ത തിരുനാളിൽ ജോൺ പോൾ മാർപ്പാപ്പ സഭയോട് പറഞ്ഞു, ലെറ്റ് us go back to that upper room. നമുക്ക് ആ മാളിക മുറിയിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിപ്പോകാം. നമുക്ക് ആത്മാവിന്റെ ആ തീ ഇറങ്ങാൻ ഒരിക്കൽ കൂടി നമ്മുടെ ദൈവത്തെ വിളിക്കാം. ദേശദേശാന്തരങ്ങളിൽ ഈ റിവൈവൽ ഉണ്ടാവണം, നവീകരണം, ഉണരണം, ഓരോ സമൂഹം ഉണരണം, ഈ തീ ഇറങ്ങണം, ഈ ശക്തി ജ്വലിക്കണം. അതുകൊണ്ട് നാം ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു. പറയാവോ ഹല്ലേലൂയാ? പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകരുത്. നമ്മൾ ഈ 3 ദിവസം ഈ രാത്രിയിൽ നമുക്ക് കുറച്ച് സമയമുള്ളൂ, പക്ഷേ ദൈവത്തിന് 1 മിനിറ്റ് മതി. നമ്മുടെ ഉള്ളിൽ ഈ ദാഹം, ശക്തമായ ദാഹം. ഇന്നലെ ഒരു നേഴ്സിംഗ് കോളേജിലെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ അവർ പേപ്പറിൽ ഇങ്ങനെ എഴുതിക്കൊണ്ട് വരും. അങ്ങനെ എഴുതിക്കൊണ്ട് വരുമ്പോൾ അതിനകത്ത് കുറേ മക്കൾ എഴുതിയിരിക്കുന്നു, അച്ഛാ എനിക്ക് സുവിശേഷ വേല ചെയ്യണം, എനിക്ക് മിഷണറി ആവണം, എനിക്ക് മിഷണറി ആവണം. അങ്ങനെ വരട്ടെ, അങ്ങനെ വരട്ടെ, അങ്ങനെ പിള്ളേരുടെ എണ്ണം കൂടട്ടെ. യേശുവിന് വേണ്ടി എനിക്ക് ജീവിക്കണം, കർത്താവിന് വേണ്ടി സാക്ഷ്യപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെ ഒരു ദാഹം നമുക്ക് ഉണ്ടാവാൻ ആഗ്രഹിക്കാം. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാവോ? ഈശോയെ ആരാധന, ആരാധന, ആരാധന. നന്നായിട്ട് സ്തുതിച്ചേ.
ഉറക്കെ സ്തുതിച്ച് ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ നന്ദി പറയുന്നു, ഈശോയെ ആരാധിക്കുന്നു. ആമേൻ. നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ച് നന്നായിട്ട് ഒന്ന് ഉണന്നേ. ഹല്ലേലൂയ. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വചനത്തിലേക്ക് പോകാം. മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം. മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ബൈബിൾ കൊണ്ടുവരണം, ബൈബിൾ തുറക്കണം, ഉറക്കെ വായിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മടുപ്പില്ലാതെ, കാരണം ഇത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പോകും. അപ്പോൾ ആ ശ്രദ്ധ പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ കൊണ്ടുവരണം, അത് തുറക്കണം, ഉറക്കെ വായിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഒരു രീതി. വായിക്കാം. മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഉച്ചത്തിൽ വായിക്കാമോ? കർത്താവ് മലാഖിയിലൂടെ ഇസ്രായേലിന് നൽകിയ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത്? കർത്താവ് അരുളി ചെയ്യുന്നു, ഏസാവ് യാക്കോബിന്റെ സഹോദരനല്ലേ? എന്നിട്ടും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുകയും ഏസാവിനെ വെറുക്കുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈ വാക്യം ഒന്നുകൂടെ വായിക്കണം, എന്നിട്ട് ഞാൻ വിശദീകരിക്കാം. ഒന്നുകൂടെ വായിക്കണം. മലാഖി 1:1-2 വായിക്കാമോ? കർത്താവ് മലാഖിയിലൂടെ ഇസ്രായേലിന് നൽകിയ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത്? കർത്താവ് അരുളി ചെയ്യുന്നു, ഏസാവിനെ ഞാൻ വെറുക്കുകയും ഏസാവ് യാക്കോബിന്റെ സഹോദരനല്ലേ? എന്നിട്ടും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുകയും ഏസാവിനെ വെറുക്കുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതിനകത്ത് നമ്മൾ അതിലേക്ക് അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഇത് എഴുതപ്പെട്ട പശ്ചാത്തലം എന്ന് പറയുന്നത് ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് ജനം മടങ്ങി വരുന്ന സമയത്താണ്. ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് ജനം മടങ്ങി വന്നു. 3 ഘട്ടങ്ങളിലായിട്ടാണ് പ്രവാസത്തിലേക്ക് ജനം പോയത്. പ്രവാസത്തിലേക്ക് ജനം പോയത് എത്ര ഘട്ടങ്ങളിലായിട്ടാണ്? 3 ഘട്ടങ്ങളിലായിട്ടാണ് പോയത്. ബാബിലോണിലേക്ക് കൊണ്ടുപോയത് രാജാവ് നമ്മുടെ ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ ജനത്തെ നാട് കടത്തിയത് എത്ര ഘട്ടങ്ങളിലായിട്ടാണ്? 3 ഘട്ടങ്ങളിലായിട്ടാണ്. ദൈവം തന്നെ ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നതും 3 ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്നാമത് ദൈവം തിരിച്ചു കൊണ്ടുവന്നത് സെറുബാബേൽ എന്ന ജനനേതാവിന്റെ നേതൃത്വത്തിലാണ്. സെറുബാബേൽ, ഈ പേര് കേട്ടിട്ടുണ്ടോ? സെറുബാബേൽ അല്ലേ? കേട്ടിട്ടുണ്ട്. സക്കറിയ 4:6 സെറുബാബേൽ, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന വചനമായതുകൊണ്ട് അതൊന്ന് പെട്ടെന്ന് എടുത്തോ. മലാഖിന്ന് തൊട്ട് പുറകോട്ട് മറിച്ചാൽ സക്കറിയ കിട്ടും. സക്കറിയ 4:6 അതൊന്ന് വായിച്ചേ. സെറുബാബേലിനെ അവിടെ പറയുന്നുണ്ട്. സക്കറിയ 4:6 വായിച്ചേ. അവൻ എന്നോട് അങ്ങനെ ഉറക്കെ വായിച്ചേ. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല, കരബലത്താലല്ല. ഈ വാക്യം നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ അല്ലേ? സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാൽ. അപ്പൊ അത് പറയുന്നത് ആരോടാണ് പറയുന്നത്? ആരോടാണ് ഈ വാക്യം പറയുന്നത്? സെറുബാബേലിനോടാണ്. സൈന്യങ്ങളുടെ കർത്താവ് സെറുബാബേലിനോടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? സൈന്യബലത്താലല്ല, കരബലത്താലല്ല, ആത്മാവിനാലാണ്. സെറുബാബേലിനെ കുറിച്ച് നമ്മൾ വീണ്ടും മറ്റൊരു റെഫറൻസ് കാണുന്നത് ഹഗ്ഗായിലാണ്. ഹഗ്ഗായി അതൊന്നെടുക്കാവോ? ഹഗ്ഗായിലും സെറുബാബേലിനെ കുറിച്ച് ഒരു സൂചന കിടപ്പുണ്ട്. സെറുബാബേലിനോട് എന്താണ്? സെറുബാബേൽ, നീ പണിയുക, നീ പേടിക്കൊന്നും വേണ്ട, കർത്താവ് നിന്റെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം ശക്തിപ്പെടുത്തുന്നുണ്ട് അല്ലെ? ഹഗ്ഗായി പ്രവചനത്തിന്റെ 2-ാം അധ്യായം, ഹഗ്ഗായി 2-ാം അധ്യായം 2-ാം അധ്യായം 1 മുതൽ വായിച്ചേ. ഹഗ്ഗായി 2:1 മുതൽ. ദാരിയൂസ് രാജാവിന്റെ 2-ാം ഭരണവർഷം 7-ാം മാസം 21-ാം ദിവസം പ്രവാചകനായ ഹഗ്ഗായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യൂദായുടെ ദേശാധിപതിയായ ഷെയാൽതീയേലിന്റെ മകൻ സെറുബാബേലിനോടും യഹോസാദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷുവായോടും വായിച്ചേ. ജനത്തിൽ അവശേഷിക്കുന്നവരോട് പറയുക. ഇനി 4-ാമത്തെ വാക്യം, എങ്കിലും സെറുബാബേൽ ധൈര്യമായിരിക്കുക. അപ്പൊ ഇതാണ് 1-ാം ഘട്ടത്തിൽ ദൈവം തന്റെ ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? ഹലോ, സെറുബാബേൽ. മറക്കരുത്, സെറുബാബേൽ. ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ വിചാരിക്കുകയാണ് തന്നെ ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ കിട്ടിയാൽ ഇത് വായിക്കുമ്പോൾ അതിനെ നമുക്ക് ഇത് ഏത് പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്, എന്താ ഇതിന്റെ അർത്ഥം, ഇതൊക്കെ അറിയണമെങ്കിൽ ഇപ്പൊ സെറുബാബേൽ ആരാന്നറിയാതെ മനസ്സിലാവോ? ഇല്ല. എന്തിനാണ് ദൈവം പറഞ്ഞതെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ ഇൻഫർമേഷൻസ് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് 1-ാമത്തെ ഘട്ടത്തിൽ ദൈവം ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് ആരുടെ നേതൃത്വത്തിൽ? ഉറക്കെ പറയാവോ? സെറുബാബേൽ. വെരി ഗുഡ്.
രണ്ടാമത് ദൈവം ബാബിലോണിൽ നിന്ന് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത്. അതിനുശേഷം ഒരു 90 കൊല്ലം കഴിഞ്ഞാണ് രണ്ടാമത്തെ ഗ്രൂപ്പിനെ ദൈവം കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുന്ന ആരുടെ നേതൃത്വത്തിലാണ്? എസ്രായുടെ നേതൃത്വത്തിലാണ്. എസ്ര രണ്ടാമത്തെ ഗ്രൂപ്പിനെ നയിക്കുന്ന ലീഡർ എസ്രായാണ്. മൂന്നാമതായിട്ട് ദൈവം ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് നെഹമിയായുടെ നേതൃത്വത്തിലാണ്. അപ്പൊ ഈ 3 പേരുകൾ ഓർത്തിരിക്കുക. 3 അല്ല, ഒരു 5-6 പേരുണ്ട് പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ. ഒന്ന് എസ്ര, നെഹമിയ, യഹോഷാഫാത്ത്, ജോഷുവ, സെറുബാബേൽ, ഹഗ്ഗായി, സക്കറിയ, മലാക്കി. ഈ 8 പേരുകൾ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്ന ജനത്തെ നയിക്കാൻ ദൈവം ഉപയോഗിച്ച ആളുകളുടെ പേരുകളാണ് ഈ 8 പേരുകൾ. അപ്പോ ഓക്കെ, അത് വിട്ടേക്ക്, ഇങ്ങോട്ട് നോക്കിയേ. അപ്പോ ഒന്നാമത്തെ ഘട്ടം സെറുബാബേൽ, രണ്ടാം ഘട്ടം എസ്ര, മൂന്നാം ഘട്ടം നെഹമിയ. അങ്ങനെ ഈ തിരിച്ചു വന്ന ജനം ആദ്യമായിട്ട് സെറുബാബേലിന്റെ നേതൃത്വത്തിൽ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവർക്ക് ദേവാലയം പണിയണം. അതാണ് അവരുടെ ദൈവം കൊടുത്തിരിക്കുന്ന നിയോഗം. ദേവാലയം നശിച്ചുപോയി. നെബൂഖദ്നേസർ BC 587 ദേവാലയത്തെ കത്തിച്ച് ചാമ്പലാക്കി. അപ്പൊ അതുകൊണ്ട് സോളമൻ പണിത ദേവാലയം നശിപ്പിക്കപ്പെട്ടു. അപ്പൊ ആ ദേവാലയത്തെ പുനരുദ്ധരിക്കണം. അതിനുവേണ്ടി അവർ തിരിച്ചു വന്നു കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ജനത്തിന് ഈ ദേവാലയം പുനരുദ്ധരിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു. ജനമെല്ലാം തങ്ങളുടെ വീടുകൾ പണിയാനും തങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദേവാലയം, ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ സഭ, ദൈവത്തെ ആരാധിക്കുന്ന രീതികള്, ദേവാലയത്തിലെ ആചാരങ്ങള് ഇതെല്ലാം മുടങ്ങിക്കിടക്കുന്ന ഒരു സമയത്താണ് മലാഖിയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ജനത്തിന്റെ ശ്രദ്ധ ദൈവത്തിൽ നിന്നും ദൈവാരാധനയിൽ നിന്നും മാറി ജനം തങ്ങളുടെ വീടുകളെ മോടി പിടിപ്പിക്കാനും തങ്ങളുടെ വസ്തുവകകളുടെ അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും പരിശ്രമിച്ചൊരു സമയത്താണ് മലാഖിയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ സമാനമായ പശ്ചാത്തലങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് മലാഖിക്ക് നമ്മളോട് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ, ഇത് നമ്മൾ ആ ടെക്സ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് പറയാനുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ മലാഖി പ്രവാചകന് ശേഷം ബൈബിളിൽ ഒരു 2 സൈലൻസിന്റെ കാലമുണ്ട്. സൈലൻസ് എന്ന് പറഞ്ഞാൽ ആരാണ് സൈലന്റ് ആയത്? ദൈവം സൈലന്റ് ആയ കാലം. അതായത് ബൈബിളിന്റെ ആരംഭത്തിലും രക്ഷാകര ചരിത്രത്തിന്റെ ആരംഭ കാലഘട്ടത്തിലും അതിന്റെ അവസാന കാലം, ഏതാണ്ട് അവസാനം എന്ന് പറയാൻ പറ്റില്ല, കുറെ കഴിയുമ്പോഴും ദൈവത്തിന്റെ ഒരു ലോങ് സൈലൻസ് ഉണ്ട് ബൈബിളിൽ. ആദ്യത്തെ ഒരു ലോങ് സൈലൻസ് ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന 400 കൊല്ലത്തെ ആ കാലത്ത് ദൈവം സംസാരിക്കുന്നതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഏത് കാലത്താണ്? യാക്കോബിന്റെ 12 മക്കളും ഈജിപ്തിലെത്തി അവിടെ താമസിക്കാൻ തുടങ്ങി. ജോസഫ് മരിച്ചു. അതിനുശേഷം ആ ജനത്തിന്റെ ഒരു 400 കൊല്ലത്തെ അടിമത്തത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ എന്തെങ്കിലും ഉണ്ടായതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതിനെ വിളിക്കുന്നത്, ദാറ്റ് ഈസ് എ പീരീഡ് ഓഫ് സൈലൻസ്. അതൊരു നിശബ്ദത. ദൈവം ഒന്നും മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ദൈവം മിണ്ടുന്നത് പ്രവചനമായി ലഭിക്കുന്നില്ല. ദൈവത്തിന്റെ സൈലൻസിന്റെ കാലമാണിത്. ഞാനിത് പറയാനൊരു കാര്യമുണ്ട്. എനിക്ക് ആത്മാവിൽ ചില പ്രേരണകൾ ദൈവം തരുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാലഘട്ടത്തിൽ ഇത് പറയുന്നത്. അതായത് ദൈവം നിശബ്ദത പാലിച്ചു. പിന്നെ ദൈവത്തിന്റെ അരുളപ്പാടുകളില്ല 400 കൊല്ലം. അതിനുശേഷം ആ 400 കൊല്ലത്തിന് ശേഷം ഒരു അരുളപ്പാട് ദൈവത്തിൽ നിന്ന് വരുന്നത്, ഈ ഹോറബ് മലയുടെ മുകളിൽ മോശ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, മോശേ നിന്റെ ചെരുപ്പൂരുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അരുളപ്പാട് ഏതാണ്ട് 400 കൊല്ലം കഴിഞ്ഞാണ് പിന്നെ മോശയിലേക്ക് എത്തുന്നത്. അതൊരു സൈലൻസ് ആണ്. ദൈവം മിണ്ടുന്നില്ല. ദൈവം ഒന്നും മിണ്ടുന്നില്ല. ദൈവം മിണ്ടുന്നില്ലെന്നല്ല, ദൈവം സംസാരിക്കുന്നത് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നില്ല. ദൈവസ്വരം ലഭിക്കുന്നില്ല, ദൈവവചനം ലഭിക്കുന്നില്ല, ദൈവത്തിന്റെ അരുളപ്പാടുകളില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അരുളപ്പാടുകൾ കിട്ടാത്തൊരു കാലത്തെ ദൈവസഭ ഭയപ്പെടണം. എന്താന്ന് വെച്ചാൽ ഈ അരുളപ്പാട് കിട്ടാത്ത സമയത്ത് അത് അടിമത്തത്തിന്റെ കാലമാണ്. അത് അടിമത്തത്തിന്റെ കാലമാണ്. ആ കാലത്ത് ജനത്തിന് ഘോരമായ പീഡനങ്ങളുടെ കാലമാണ്. അരുളപ്പാടുകൾ നിലയ്ക്കുന്ന ഒരു കാലത്ത് ദൈവസഭ ഭയപ്പെടണം. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ 400 കൊല്ലം ആ ജനത ആ ടോർച്ചർ ചെയ്യപ്പെട്ടതിന് കൈയും കണക്കുമില്ല. റാംസേസ്, പിത്തോം തുടങ്ങിയ നഗരങ്ങൾ പണിയാൻ വേണ്ടി ഈ ജനത്തെ പച്ച പട്ടിണിക്കിട്ട് അടിമകളാക്കി മാറ്റി ഫറവോ രാജാവ് ആ ജനത്തെ പീഡിപ്പിച്ച 4 നൂറ്റാണ്ടുകൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പീഡനത്തിന്റെ കാലമാണ്. അരുളപ്പാടുകൾ കിട്ടാതിരിക്കുന്നതിനെ ഭയപ്പെടണം. കാരണം എന്താ? ഈ പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്.
പ്രഭാഷകൻ 42:15 വായിക്കാം. പ്രഭാഷകൻ 42:15. പ്രഭാഷകൻ സിറാഖ് 42:15. പ്രഭാഷകൻ 42:15 ഉറക്കെ വായിക്കാവോ? ഞാൻ ഇപ്പോൾ കർത്താവിന്റെ പ്രവർത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. എന്നെ ശ്രദ്ധിക്കുക. വചനം പറയുകയാണ്, പ്രഭാഷകൻ 42:15 പറയുകയാണ്, കർത്താവിന്റെ പ്രവർത്തികൾ നിർവഹിക്കപ്പെടുന്നത് വചനത്തിലൂടെയാണ്. വചനത്തിലൂടെയാണ്. അതാണ് പറയുന്നത്, അവിടുന്ന് വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. അതാണ് പറയുന്നത്, അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. അതാണ് സങ്കീർത്തനം 29 പറയുന്നത്, കർത്താവിന്റെ സ്വരം കാദേശ് മരുഭൂമിയെ നടുക്കുന്നു, ലെബനോനിലെ ഓക്കുമരങ്ങളെ ചുഴറ്റിയെറിയുന്നു, ദേവദാരുക്കളെ കടപുഴക്കി എറിയുന്നു. കർത്താവിന്റെ വചനം, ദൈവം, ശ്രദ്ധിക്കുക, ദൈവം തൻ്റെ ജനത്തിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ഇടപെടുന്നത് വചനമയച്ചുകൊണ്ടാണ്, ദൈവസ്വരം അയച്ചുകൊണ്ടാണ്. ദൈവസ്വരം നിലയ്ക്കുമ്പോൾ ദൈവപ്രവൃത്തി നിലയ്ക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കണം, ദൈവവചനം നിലച്ചാൽ ദൈവപ്രവൃത്തി നിലയ്ക്കും. അതായത് അരുളപ്പാടുകൾ കിട്ടുന്നില്ല. ദൈവത്തിൽ നിന്ന് ഒരു പ്രവാചകനും ഒരു പുരോഹിതനും ഒരു ജനത്തെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ആളുകൾക്കും ദൈവജനത്തിനും കുടുംബനാഥനും അപ്പനും അമ്മയ്ക്കും ഒന്നും ദൈവത്തിൽ നിന്നൊന്നും കിട്ടുന്നില്ലെങ്കിൽ അത് നാശം തുടങ്ങി എന്നുള്ളതിന്റെ സൂചനയാണ്. ദൈവസ്വരം ഇല്ല, അങ്ങനെ ആ ഫാക്കൽറ്റി അടഞ്ഞുപോയി. കർത്താവ് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിനെ ഭയപ്പെടണം. അത് ഈ ആദ്യത്തെ 400 കൊല്ലം. പിന്നെ ഒരു 400 കൊല്ലവും ദൈവത്തിന്റെ സൈലൻസ് നമ്മൾ കാണുന്നുണ്ട്. അത് ഈശോയുടെ വരവിന് തൊട്ട് മുമ്പാണ്. മലാക്കി പ്രവചിച്ചതിന് ശേഷം സ്നാപയോഹന്നാനിലൂടെ അരുളപ്പാട് ഉണ്ടാകുന്നത് വരെ ഒരു നീണ്ട 400 വർഷത്തെ സൈലൻസ് ബൈബിളിൽ കാണാൻ പറ്റും. അരുളപ്പാടുകളില്ല. ആ കാലഘട്ടത്തിലാണ് അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന അന്ത്യക്രിസ്തുവിന്റെ എതിർ ക്രിസ്തുവിന്റെ പ്രതീകമായിട്ട് ബൈബിൾ അവതരിപ്പിക്കുന്ന ഈ അന്തിയോക്കസ് എപ്പിഫാനസ് 3.5 കൊല്ലം ജെറുസലേമിനെ മുച്ചൂട് മാന്തി നശിപ്പിച്ചത് ആ കാലത്താണ്. 400 കൊല്ലം ദൈവത്തിന്റെ ലോങ് സൈലൻസ്. ആ കാലഘട്ടത്തിലാണ് ഈ അന്തിയോക്കസ് എപ്പിഫാനസ്, ഈ യവന രാജാവ് എഴുന്നേറ്റ് വന്ന് വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം, വിജാതീയ ദേവന്റെ വിഗ്രഹം ജെറുസലേമിന്റെ പ്രധാന അൾത്താരയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജെറുസലേമിനെ ഒരു ബ്രോത്തൽ ഹൗസ് ആക്കി, ഒരു വേശ്യാലയമാക്കി മാറ്റി. ദേവാലയത്തിന്റെ സൈഡിൽ ബ്രോത്തൽ ഹൗസ് തുടങ്ങി അന്തിയോക്കസ് എപ്പിഫാനസ്. ദേവാലയത്തിനകത്ത് കൊണ്ടുവന്ന് വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം പ്രതിഷ്ഠിച്ചു, വിജാതീയ ദേവന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അങ്ങനെ അയാൾ ദേവാലയത്തെ അശുദ്ധമാക്കി, ദേവാലയത്തെ നശിപ്പിച്ച് കിരാതമായ ആ അരാജകത്വത്തിന്റെ വാഴ്ച, അരാജകത്വത്തിന്റെ പ്രഭു എന്ന് ഈ അന്ത്യകാലത്തെ കുറിച്ച് പറയുന്ന ആ സൂചന ഈ എപ്പിഫാനസിനെ കുറിച്ചുള്ള റെഫറൻസ് ആണ്. അപ്പോൾ ആ മനുഷ്യന്റെ തേർവാഴ്ച നടന്നത് ദൈവം മിണ്ടാതിരുന്ന സമയത്താണെന്ന് ദൈവമക്കൾ അറിയണം. അപ്പൊ ഈ സൈലൻസ് നമ്മൾ പേടിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിക്കുകയാണ്, ദൈവം എപ്പോഴാണ് മിണ്ടാതായത്? മലാഖിയോട് പറഞ്ഞിട്ട് പിന്നെ ദൈവം മിണ്ടിയില്ല. അപ്പൊ ഇത് അവസാനത്തെ ദൈവത്തിന്റെ വെളിപ്പെടുത്തലാണ്. ഇനി ഈശോയിലൂടെ വന്ന രക്ഷ വരുന്നത് വരെ 400 കൊല്ലം സ്നാപയോഹന്നാനിലേക്ക് ദൈവത്തിന്റെ അരുളപ്പാട് എത്തുന്നത് വരെ കർത്താവ് മിണ്ടാതിരുന്നു. അല്ലെങ്കിൽ ദൈവം സംസാരിച്ചത് ആർക്കും കേൾക്കാൻ പറ്റാതായി. കാരണം ബൈബിളിലില്ല. ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒറ്റ സെന്റൻസ് മലാക്കിക്ക് ശേഷം, ആ കാലത്തിന് ശേഷം ബൈബിളിൽ ഇല്ല. മക്കവാരുടെ കാലം, ആ കാലമൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒന്നും ദൈവത്തിന്റെ അരുളപ്പാടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞില്ല, അരുളപ്പാടില്ല. അപ്പൊ മലാഖിയോട് പറഞ്ഞതിനെ സീരിയസ് ആയിട്ട് എടുക്കണം, വേണ്ടേ? കാരണം അത് കഴിഞ്ഞാൽ കർത്താവ് മിണ്ടാതായത്. ഒരു കാര്യം ഓർത്തോണം, കത്തോലിക്ക തിരുസഭയുടെ മതബോധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു, ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് മുമ്പ് സഭ ഒരു അന്തിമ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നുപോകും. ഫൈനൽ ട്രയൽ, ഫൈനൽ ട്രിബുലേഷൻ. ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് മുമ്പ് സഭ ഒരു അന്തിമ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നുപോകും. ഞാൻ വിചാരിക്കുന്നു അത് ഈ ദൈവം മിണ്ടാത്ത കാലമായിരിക്കും. അന്ന് അരുളപ്പാടുകളൊന്നും ഉണ്ടാവില്ല. ആളുകളെ ഇങ്ങനെ എൻകറേജ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് പിടിച്ച് വിശ്വാസത്തിൽ നിർത്താനൊന്നും അന്നൊന്നും ആരും ഉണ്ടാവില്ല.
ഉണ്ടാവില്ല. എഴുതി വെച്ചോ, ഉണ്ടാവില്ല. അതുകൊണ്ട് കിട്ടുന്ന കാലത്ത് കേട്ട് ബലപ്പെട്ടോണം. കിട്ടുന്ന കാലത്ത് കേട്ട് ബലപ്പെട്ടോണം. കേൾക്കാൻ പറ്റുന്ന കാലത്ത് മര്യാദയ്ക്ക് അടങ്ങിയിരുന്ന് ദൈവമേ സംസാരിക്കുന്നത് കേൾക്കാൻ ദാഹത്തോടെ ഇരുന്ന് കേട്ടോണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് മലാഖിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിസ് ഈസ് വെരി സീരിയസ്. ഈ ടെക്സ്റ്റ് പ്രധാനപ്പെട്ടതാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ശക്തമായൊരു കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കും. കർത്താവേ, ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ സ്പർശിക്കണം. അവിടുന്ന് ഞങ്ങൾക്ക് ദാഹം തരണം, വലിയ അഭിഷേകം തരണം, സ്നേഹം തരണം. കർത്താവേ, ഒരു വശത്ത് സഭയിൽ നമ്മൾ കാണുന്നത് വിശ്വാസം നഷ്ടപ്പെടുന്നു, പള്ളിയിൽ വരാതാവുന്നു, യുവതിയുവാക്കന്മാർ ഒരു വശത്ത് സഭയിൽ നിന്ന് അകലുന്നു, ഒരു വശത്ത് വിശ്വാസത്യാഗം ഉണ്ടാവുന്നു, ഒരു വശത്ത് ദുർമാതൃകകൾ ഉണ്ടാവുന്നു, ഒരു വശത്ത് നമുക്ക് ദൈവവിശ്വാസം ഉണ്ടോയെന്ന് തന്നെ സംശയിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടാവുന്നു. ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ വിഷമിക്കൊന്നും ചെയ്യരുത്. മറുവശത്തുണ്ടല്ലോ വീരോചിതമായ ജീവിതങ്ങളെ ദൈവം രൂപപ്പെടുത്തുന്നുണ്ട്. മറുവശത്ത് കുറച്ചു പേരേ ഉള്ളൂ, പക്ഷെ കുറച്ചു പേര് വീരോചിതമായ അസാധാരണമായ ജീവിതങ്ങൾ. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ട്, ചെറുപ്പമാണ്, വന്ന് പൊട്ടിക്കരഞ്ഞ് പറയാണ്, 6 വർഷമായിട്ട് ഞാൻ കർത്താവിൻ്റെ വഴിയിലാണ്, ഞാൻ ഈശോയുടെ വഴിയിലാണ്, എനിക്ക് ഈശോയുടെ ഭയങ്കര സ്നേഹമാണ്, എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി. ഇങ്ങനെ ഒരുപാട് മക്കളെ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ദൈവം ഇങ്ങനെ രൂപപ്പെടുത്തുന്നുണ്ട്, പലയിടങ്ങളിലായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലക്ഷക്കണക്കിന് ആളുകൾ വചനം കേൾക്കുന്നു എന്നുള്ളതൊന്നുമല്ല. ഇതിനകത്തൊരു ചിലപ്പോൾ ഒരു 10, 200, 300, 400, 500 ഒക്കെ കാണത്തുള്ളൂ. ഈ ഏലിയായോട് ദൈവം പറയുന്നില്ലേ, ഏലിയ പറയുകയാണ്, ദൈവമേ ഞാൻ മാത്രമേ ഉള്ളൂ, നിന്നെ എല്ലാവരും തള്ളിപ്പറഞ്ഞു. ഉടനെ ഏലിയായോട് ദൈവം പറയുകയാണ്, നിനക്കെന്തറിയാം, ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ബാലിന്റെ മുമ്പിൽ മടക്കാത്ത 7000 പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടോ, നിനക്കെന്തറിയാന്ന്. അത് എപ്പോഴും ഓർത്തോണം. സഭ എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മളെല്ലാം സഭയുടെ ഭാഗമാകുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു സഭ എപ്പോഴും ഒരു ന്യൂനപക്ഷമായിരിക്കും. എൻ്റെ ചോദ്യം, അതിൻ്റെ ഭാഗമാകാൻ പറ്റൂല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമാകാൻ പറ്റുമോ? അതായത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തെ കേൾക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന് വേണ്ടി എല്ലാം വലിച്ചെറിയുന്ന, ദൈവത്തിന് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുന്ന, ഈശോയിൽ നിന്ന് എന്ത് കിട്ടുമെന്നല്ല, എനിക്ക് യേശുവിന് വേണ്ടി എന്ത് കൊടുക്കാന്ന് ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം. ഭക്തരല്ല, അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ഓടിക്കൂടുന്ന ഭക്തരല്ല. അതെല്ലാ മതങ്ങളിലും ഉണ്ട്. കേരളത്തിലെ ഏത് കൺവെൻഷൻ പന്തലിൽ വരുന്നതിനേക്കാൾ ആള് ശബരിമല പോകുന്നുണ്ട്. കേരളത്തിലെ ഏത് കൺവെൻഷൻ പന്തലിൽ വരുന്നതിനേക്കാൾ ആളുകൾ തിരുവനന്തപുരം പൊങ്കാലയ്ക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് എണ്ണമൊന്നും അല്ല. മനസ്സിലായില്ലേ? എല്ലാ ലോക മതങ്ങളിലും അനുഗ്രഹം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ദൈവഭക്തരായ ആളുകൾ ഓടിക്കൂടുന്നുണ്ട്. ഭക്തരുടെ എണ്ണം രക്ഷയുടെ കണക്കെടുപ്പല്ല. മറിച്ച് വേണ്ടത് ഭക്തരല്ല, ശിഷ്യരാണ്. ശിഷ്യന്മാര് വാങ്ങാൻ വരുന്നവരെ അല്ല സഭയ്ക്ക് വേണ്ടത്, കൊടുക്കാൻ തയ്യാറുള്ളവരെയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവിൽ നിന്ന് എന്ത് പിടിച്ചെടുക്കാൻ, ഇങ്ങനെ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ, ആ പ്രാർത്ഥന ചൊല്ലിയാൽ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഇങ്ങോട്ട് തിരിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്ത് അനുഗ്രഹം കിട്ടുമെന്ന് വാങ്ങിക്കാൻ നടക്കുന്ന ഭക്തരെ അല്ല നമുക്ക് വേണ്ടത് ഈ അന്തിമ കാലഘട്ടത്തിന്റെ പരീക്ഷണത്തെ നേരിടാൻ സഭയ്ക്ക് വേണ്ടത് ശിഷ്യന്മാരെയാണ്. ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള, രക്തസാക്ഷിത്വത്തിന്റെ മനസ്സുള്ള ശിഷ്യന്മാരെ. അതിനുവേണ്ടി ഒരു ദേശം ഉണരണം. കരങ്ങൾ ഉയർത്താം, കണ്ണടയ്ക്കാം. കർത്താവിന്റെ സന്നിധിയെ കരങ്ങൾ ഉയർത്തി, ദൈവമേ വലിയൊരു അഭിഷേകം, വലിയൊരു അത്ഭുതം, കർത്താവിന്റെ സാന്നിധ്യം നിറയണം ആഗ്രഹിക്കട്ടെ. ഒരു 10 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ. നന്നായിട്ട് സ്തുതിച്ചേ ഹല്ലേലൂയാ. അതിനെ തുടർന്ന് സ്തുതിക്കട്ടെ ഈശോയെ. ആരാധന 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 ആരാധന. ദേശത്തിന്റെ മേൽ കർത്താവിന്റെ കരുണ വ്യാപരിക്കണമേ. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ. ഈ ദേശത്തെ ഈശോ ഏറ്റെടുക്കണമേ. കർത്താവേ, ഓരോ കുടുംബത്തിന്റെ മേലും അങ്ങയുടെ കരം ഇപ്പോൾ വെളിപ്പെടണമേ. ഈശോയുടെ ശക്തി ഇപ്പോൾ ഓരോ കുടുംബത്തെയും ഏറ്റെടുക്കണമേ. ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കള്, കർത്താവേ, വിദൂരങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവര്, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവര്, മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുന്നവര്, സഹനം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നവര്, ഇവരെല്ലാം കർത്താവ് ഈ സമയത്ത്
അവരുടെ എല്ലാം പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. ഇപ്പോൾ ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനകളുടെ യോഗ്യതയാൽ ഈശോയെ ഇപ്പോൾ ഈ സമയത്ത് കർത്താവിന്റെ ശക്തമായ കരം ദേശത്ത് വെളിപ്പെടണമേ. കർത്താവെ, ലോകമെമ്പാടും സകലം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളുടെ സകല യോഗ്യതകള് സ്വീകരിച്ച് ഇപ്പോൾ ഈ ആലയത്തിലേക്ക് ഒരു അഭിഷേകം അയക്കണമേ. 5000 മെത്രാന്മാരുടെ, 5 ലക്ഷം പുരോഹിതരുടെ, കർത്താവെ, അനേക ലക്ഷം സന്യസ്തരുടെ സമർപ്പണത്തിന്റെ യോഗ്യതകൾ സ്വീകരിച്ച് ഈശോയുടെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ഇപ്പോൾ ഈ ആലയത്തിന്റെ മേൽ, ഈ ദേശത്തിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ കാറ്റ് വീശണമേ. അതിനെ തുറന്ന് സ്തുതിക്കുന്നു ഈശോയെ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയെ, ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയെ, ശക്തനും ധീരനുമായിരിക്കണമെന്നും പരിഭ്രമിക്കരുതെന്നും സംഭ്രമിക്കരുതെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തി. യസ്രൂൺ നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായി വിഹായസിലൂടെ മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം. താങ്ങുന്നത് അവന്റെ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. സംഹരിക്കൂ, അവിടുന്ന് പറയും. അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ വലതു ഭാഗത്തുണ്ട്. അതിനാൽ നിന്റെ പീഡകരുടെ കാലിടറും. അവർ നിന്റെ മേൽ വിജയം വരികില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി അവിടുത്തെ സമ്പൂർണതയാൽ പൂരിതരാകാനും ഇടയാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാവട്ടെ. ഉറക്കെ വിളിക്കുന്ന ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കാം. മലാഖിയിലൂടെ ദൈവം സംസാരിച്ചത് കർത്താവിന്റെ നിർണായകമായ വെളിപ്പെടുത്തലുകളായിരുന്നു. അതുകൊണ്ട് ആ വെളിപ്പെടുത്തലിന് ശേഷം എഴുതപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവിന്റെ വചനത്തിൽ ദൈവം നേരിട്ട് സംസാരിച്ചതിന്റെ സൂചനകളില്ല. അതുകൊണ്ട് ഗൗരവമാണ്. ഒരിക്കൽ കൂടി മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം 1-2 കർത്താവ് മലാഖിയിലൂടെ വായിക്കാം. കർത്താവ് മലാഖിയിലൂടെ ഇസ്രായേലിന് നൽകിയ അരുളപ്പാട് വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത്? കർത്താവ് അരുളി ചെയ്യുന്നു, ഏസാവ് യാക്കോബിന്റെ സഹോദരനല്ലേ? എന്നിട്ടും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുകയും ഏസാവിനെ വെറുക്കുകയും ചെയ്തു. മതി. അപ്പൊ ജനം ചോദിക്കുകയാണ്. ഈ പുസ്തകം ആരംഭിക്കുന്നത് ദൈവം പറയുകയാണ്. ഈ പുസ്തകത്തിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. അതായത് ഇവിടെ കുറെ അധികം ചോദ്യങ്ങളുണ്ട്. ജനം ചോദിക്കുന്ന ചോദ്യം ദൈവം തന്നെ പറയും. നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിച്ചത്? ഇനി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്ല 1-ാം അധ്യായത്തിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ പറയും, നിങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ എങ്ങനെയാണ് ബലിപീഠം അശുദ്ധമാക്കിയത്? നിങ്ങൾ ചോദിക്കുന്നു. ഇതാണ് ഈ പുസ്തകത്തിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അതായത് ജനം ചോദിക്കുന്ന, ജനത്തിന്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾ ദൈവം പറയുകയും, ചോദ്യവും ദൈവം പറയും, ഉത്തരവും ദൈവം പറയും. അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ. അപ്പൊ അതിലെ ആദ്യത്തെ ചോദ്യമാണിത്. ദൈവം പറയുകയാണ്, നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത്? അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു എന്നതിന്റെ തെളിവ് എന്താണ്? ഇതാണ് ചോദിക്കുന്നത്.
അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതിൻ്റെ തെളിവെന്താണ്? ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ദൈവം നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ട്. എനിക്കൊരു ഉത്തരം തരാവോ? നിങ്ങളെ ദൈവം സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ തെളിവെന്താ? അല്ലേ, നിങ്ങൾ ഹൗ ഡു യു പ്രൂവ് ഇറ്റ്? നമുക്ക് അനുഭവിക്കുന്നുണ്ടല്ലേ ആ സ്നേഹം. സാധാരണഗതിയിൽ ഈ ചോദ്യം നമ്മൾ സാധാരണക്കാരായ നമ്മളോട് ചോദിച്ചാൽ നമ്മളെല്ലാം മറുപടി പറയുന്നത് എന്താണ്? എന്ത് അത്ഭുതകരമായിട്ടാണ് എൻ്റെ പാവം ദൈവം എന്നെ പരിപാലിക്കുന്നത്, അല്ലേ? നമ്മൾ സാധാരണഗതിയിൽ പറയാൻ സാധ്യതയുള്ളൊരു മറുപടി അതാണ്. ദൈവം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ദൈവം തീർച്ചയായിട്ടും സ്നേഹിക്കുന്നുണ്ട്. കാരണം എന്ത് മിറാക്കുലസ് ആയിട്ടാണ് ദൈവം നമ്മളെ പരിപാലിക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കാമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ദൈവം പരിപാലിക്കുന്നു എന്നുള്ളത്, ദൈവം പരിപാലിക്കുന്നു എന്ന് പറഞ്ഞാൽ കൊച്ചിന് ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ല, അപ്പൊ ദൈവം അത്ഭുതകരമായിട്ട് വഴി തുറന്നു തന്നു, വീട് വെക്കാൻ സഹായിച്ചു, പിന്നെ ജോലി ഇല്ലായിരുന്നു, ഒത്തിരി കഷ്ടപ്പെട്ടു, കർത്താവ് ജോലി തന്നു, പിന്നെ ഒരുപാട് കല്യാണം നടക്കുന്നില്ലായിരുന്നു, ഒത്തിരി പ്രാർത്ഥിച്ചു, കരഞ്ഞു, കർത്താവ് എന്തായാലും ഇടപെട്ടു, അത്ഭുതം പ്രവർത്തിച്ചു. ഇതെല്ലാം നല്ല കാര്യങ്ങളായിരിക്കെ തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്, ഇതെല്ലാം മതത്തിൽപ്പെട്ടവർക്കും കിട്ടുന്നില്ലേ? ഇതെല്ലാം മതത്തിൽപ്പെട്ടവർക്ക് ഒരുപോലെ പറയാൻ പറ്റുന്ന ദൈവാനുഗ്രഹങ്ങളല്ലേ? അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു ഹൈന്ദവ സഹോദരനോട് ചോദിച്ചാലും ആ ഹൈന്ദവ സഹോദരൻ പറയും എന്നെ ദൈവം എന്ത് അത്ഭുതകരമായിട്ട് പരിപാലിക്കുന്നുണ്ട്. ഒരു ഇസ്ലാം സഹോദരനോട് ചോദിച്ചാൽ ആ മുസ്ലിം സഹോദരൻ പറയും എന്നെ ദൈവം എന്ത് മിറാക്കുലസ് ആയിട്ട് പരിപാലിക്കുന്നുണ്ട്, കർത്താവിൻ്റെ കരുണ. എൻ്റെ ചോദ്യം, രക്ഷിക്കപ്പെട്ട ഒരു ജനത്തിന് പറയാൻ ഈ മറുപടിയേ ഉള്ളോ? അല്ല. രക്ഷിക്കപ്പെട്ട ജനം ദൈവം സ്നേഹിച്ചു എന്നുള്ളതിന് കണ്ടെത്തിയ കാരണം മറ്റൊന്നാണ്. ഇതൊന്നുമല്ല. അങ്ങോട്ട് കാല് തട്ടാൻ പോയപ്പോൾ പെട്ടെന്ന് ഒരു പാമ്പ് കിടക്കായിരുന്നു. ദൈവം പെട്ടെന്ന് അങ്ങോട്ട് എന്തോ അനങ്ങുന്ന കണ്ടിട്ട് ആദ്യം ഏതാണ്ട് വള്ളിയാണ് ഓർത്തത്. അപ്പോൾ പിന്നെ ഏതായാലും കർത്താവ് സഹായിച്ചു, അന്നേരമാണ് ആ മൂർഖൻ ഇങ്ങനെ നിൽക്കുന്നു, ദൈവം സഹായിച്ചു. ഇതൊക്കെ ലോകത്തുള്ള എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും കിട്ടുന്ന ദൈവസഹായങ്ങളാണ്. ഇതിനെ വിളിക്കാവുന്ന പേരാണ് കോമൺ ബ്ലെസ്സിങ്സ്, പൊതുവായ അനുഗ്രഹങ്ങൾ. ഇതാണ് ബൈബിളിൽ പറയുന്നത്. കർത്താവ് പറയുന്നില്ല ഞാൻ ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും ഒരുപോലെ മഴ പെയ്യുകയും വെയിലുദിപ്പിക്കുകയും ചെയ്യുന്നു. അതെന്തിനാ കൊണ്ടുവന്നേ? ആണോ? ഓക്കെ, ശരി. ഞാൻ വിചാരിച്ചു പരിപാടി കഴിഞ്ഞെന്ന്. ഇല്ല, ഓക്കെ. അപ്പോ ദൈവം എന്ത് ചെയ്യുന്നു? ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുകയും വെയിലുദിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം. ഒരു ക്രിസ്ത്യാനി ദൈവം സ്നേഹിച്ചു എന്ന് പറയേണ്ടത് ഇതൊന്നുമല്ല, പിന്നെന്താ? അതാണ് ഈ മലാക്കി പറയുന്നത്. ദൈവം പറയാണ് ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചു. ദൈവത്തിന് വേണമെങ്കിൽ പറയാം, എന്താ നിങ്ങൾ പട്ടിണി കിടന്നപ്പോ ഞാൻ നിങ്ങൾക്ക് കാടപ്പക്ഷിയെ കൊണ്ടുവന്ന് തന്നില്ലേടാ, നിങ്ങൾ വെള്ളം കുടിക്കാനില്ലായിരുന്നപ്പോ നിങ്ങൾക്ക് ഞാൻ പാറ പടർന്ന് വെള്ളം തന്നില്ലേടാ, നിങ്ങൾക്ക് ഈ ആകാശത്തു നിന്ന് മന്ന പൊഴിച്ചു തന്നില്ല. ഇതൊക്കെ ദൈവത്തിന് പറയാമായിരുന്നു, സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ അടയാളമായി. എന്നാൽ ദൈവം പറയുന്നത് അതൊന്നും അല്ല. സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളം, ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിൻ്റെ തെളിവായി ദൈവം പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ചക്കയും മാങ്ങയും തന്നൊന്നുമല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തില്ലേ എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവസ്നേഹം അനുഭവിക്കുന്ന ഏറ്റവും പ്രഥമമായ ഘടകം, അടിസ്ഥാന ഘടകം, ദൈവം ഈ പാവപ്പെട്ടവനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. തെരഞ്ഞെടുത്തു. അതുകൊണ്ട് നിങ്ങൾക്ക് സമയമുണ്ടോ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ചിന്തിക്കാം. തെരഞ്ഞെടുപ്പ്. അപ്പൊ ദൈവസ്നേഹം വെളിപ്പെടുന്നത്, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി തരുന്നത്, ദൈവം പറയുകയാണ് ദൈവം നിന്നെ ഞാൻ തെരഞ്ഞെടുത്തില്ലേടാ, ഞാൻ ഏസാവിനെ തള്ളിക്കളഞ്ഞിട്ട് യാക്കോബെ നിന്നെ തെരഞ്ഞെടുത്തില്ലേ. തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഇപ്പോൾ ചിന്തിക്കാൻ പോവുകയാണ് ദൈവിക തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ചില വചനങ്ങൾ വേഗം വായിക്കണം. എഫേസോസ് ലേഖനം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എഫേസോസ് ലേഖനം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഉച്ചത്തിൽ വായിക്കണം. വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ വായിക്കാം. വായിച്ചേ. തന്റെ മുമ്പാകെ. എഫേസോസ് 1:4-5 വായിച്ചേ. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു.
കണ്ടോ? അതായത് ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം, എന്നെ ദൈവം എൻ്റെ യേശുവിൽ തെരഞ്ഞെടുത്തു. ഞാൻ അതിൻ്റെ ആഴം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കിക്കാൻ ഞാൻ ശ്രമിക്കാം. അതായത് നമുക്ക് ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്നേഹം വരേണ്ടത്. എൻ്റെ ദൈവമേ, എന്നെ നീ തെരഞ്ഞെടുത്തല്ലോ. ഇതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇത് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു വചനം വായിക്കാം. നിയമാവർത്തന പുസ്തകത്തിലേക്ക് വരാം. നിയമാവർത്തനത്തിൽ ഇസ്രായേലിനോട് ദൈവം പറയുന്നുണ്ട്. നിയമാവർത്തനം 32:10. നിയമാവർത്തനം 32:10. വേഗം വായിക്കണം. നിയമാവർത്തനം 32:10. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. അവിടുന്ന് അവനെ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആള് പോലും ഇല്ലാത്ത സ്ഥലത്ത്, ഒരൊറ്റ ആള് പോലും, വിജനപ്രദേശം, നിർജ്ജന പ്രദേശം, ഡെസേർട്ടഡ് ലാൻഡ്, അവിടെ എന്ന് പറഞ്ഞാൽ ആരും അൺനോട്ടീസ്ഡ്, ശ്രദ്ധിക്കപ്പെടാൻ ഒരു സാധ്യതയില്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ദൈവം അവനെ തെരഞ്ഞെടുത്തു, കണ്ടെത്തി, അവനെ വാരി പുണർന്നു. വായിക്കാവോ? താല്പര്യപൂർവം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ. വചനം പറയുകയാണ്, അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരത്തിൽ കണ്ടെത്തി, അവനെ വാരി പുണർന്നു, താല്പര്യപൂർവം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ഉച്ചത്തിൽ പറയാവോ ഹല്ലേലൂയാ? നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൽ ഇത് വീണ്ടും കാണുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ എല്ലാവരും ഒന്ന് എടുത്തിട്ട് വായിച്ചേ. നിയമാവർത്തനം 7-ാം അധ്യായം 6ഉം 7ഉം. ഡ്യൂട്രോണമി 7:6 and 7. ഉറക്കെ വായിക്കാവോ? നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ഒന്നുകൂടെ വായിക്കുക. ഇതെല്ലാം ദിസ് ഈസ് ലിറ്ററലി ആപ്ലിക്കബിൾ ടു ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് us. ഇത് നമ്മുടെ ദൈവസഭയ്ക്ക് ആപ്ലിക്കബിൾ ആണ്. അതായത് ഇത് നമ്മളെക്കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ചല്ല നമ്മൾ കാണേണ്ടത്, നമ്മളെക്കുറിച്ച് കാണണം. എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഇപ്പൊ ഇവിടെ പോൾസൺ ചേട്ടൻ ചിന്തിക്കണം, എന്നെ ദൈവം 10-32 വർഷമായിട്ട് കർത്താവിൻ്റെ സ്വന്തമാക്കി തെരഞ്ഞെടുത്ത്, ദൈവവേലയ്ക്ക് തെരഞ്ഞെടുത്തു. അതിനു മുമ്പ് മാമോദീസ സ്വീകരിച്ച കാലത്ത് എൻ്റെ കർത്താവ്, എന്നെ ദൈവം തെരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ബോധം ഉണ്ടാവണം സഭയ്ക്ക്. ഇത് തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജനമാണിത്. ഇത് വെറുതെ ഒരു സാധാരണ ജനമല്ലത്. മനസ്സിലായില്ലേ? ലത്തീൻ സഭയുടെ പരിശുദ്ധ കുർബാനയിൽ മനോഹരമായിട്ട് അവരത് ചൊല്ലുന്നുണ്ട്. അതായത്, ദൈവമേ, ഞങ്ങൾ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം, സ്വന്തമാക്കപ്പെട്ട ജനം, ദൈവത്തിൻ്റെ പുരോഹിത രാജ്യം എന്ന് ഞങ്ങൾ അറിയപ്പെടുകയും അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ എല്ലായിടത്തും പ്രഘോഷിക്കാൻ അന്ധകാരത്തിൽ നിന്ന് അങ്ങയുടെ വിസ്മയനീയ പ്രകാശത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ വിളിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യൂക്കറിസ്റ്റിക് അതിലേക്ക് കയറുന്നത്. ആകയാൽ ഞങ്ങൾ മാലാഖമാരോട് ചേർന്ന് നിന്നെ സ്തുതിക്കാൻ പോവുകയാണ്. മനസ്സിലാകുന്നുണ്ട്? ആ അന്ധകാരത്തിൽ നിന്ന് ദൈവമേ, അല്ലേ? സിറോ മലബാർ സഭയുടെ കുർബാന 4-ാം പ്രണാമ ജപത്തിലാന്ന് തോന്നുന്നു. അതിനാണുള്ളത്. എന്താണ്? കർത്താവേ, അങ്ങ് ഞങ്ങളെ അങ്ങനെ ഉണ്ട്. എന്താണ്? കിട്ടുന്നില്ല. എന്താണത്? ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, പിന്നെ അല്ലേ? അങ്ങനെ ഞങ്ങളുടെ അനശ്വരമായ മനുഷ്യപ്രകൃതി അങ്ങയുടെ അമർത്യമായ ആത്മാവാൽ മുഖത്തമണിയുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. അങ്ങയുടെ സ്വന്തമാക്കിയ ജനമാക്കി മാറ്റി. കർത്താവേ, അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തു. അപ്പോൾ വായിച്ചേ, നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കണ്ടോ? ഭൂമുഖത്തെ എല്ലാ ജനതകളിൽ നിന്ന്. See, this is our heritage. ഇതാണ് നമ്മുടെ ഭാഗധേയം, ഇതാണ് നമ്മുടെ അവകാശം, ഇതാണ് നമ്മുടെ അഭിമാനം, ഇതാണ് നമ്മുടെ സെലിബ്രേഷന്റെ കാരണം. നാം സന്തോഷിക്കുന്നത്, ആനന്ദിക്കുന്നത്, ദൈവമേ, ഈ പുഴുവിനെ, ഈ പാപിയെ, ഈ പരമാപരാധിയെ നീ തെരഞ്ഞെടുത്തു. മാമോദീസായിലൂടെ തെരഞ്ഞെടുത്തു. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ വായിച്ചേ, നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. 7-ാമത്തെ വാക്യം. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തെരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെക്കാൾ ചെറുതായിരുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, തെരഞ്ഞെടുപ്പിന്റെ ആധാരം എന്തെങ്കിലും മേന്മ കണ്ടിട്ടൊന്നുമല്ല.
അത് ദൈവത്തിന്റെ സ്വാതന്ത്ര്യം നിറഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു. ദൈവത്തിന്റെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പായിരുന്നു. ദാറ്റ് വാസ് ഗോഡ്സ് ഫ്രീ ചോയ്സ്, ഫ്രീ സെലക്ഷൻ. അതായത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് എന്താണ് കാരണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചത് എന്തുകൊണ്ടാണ് അറിഞ്ഞുകൂടാ. നിങ്ങൾ സുവിശേഷം കേട്ടത് എന്തുകൊണ്ടാണ് അറിഞ്ഞുകൂടാ. അതൊക്കെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിനൊരു ഉത്തരവില്ല. ഇതിന് ഈ ആശയം ഞാൻ ഈ പറയുന്നതിന് ഒരു സഭകൾക്ക് ഒരു ഉത്തരവില്ല. തെരഞ്ഞെടുപ്പിന് എന്താ കാരണം ആർക്കും അറിഞ്ഞുകൂടാ. അത് ഇന്ന് വരെ ഞാൻ ഒത്തിരി അന്വേഷിച്ചിട്ടുണ്ട്. ഇത് എന്താ ഇതിന് വല്ലവരും ഈ തെരഞ്ഞെടുപ്പിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ? യേശുവിനെ ഒരാൾ അറിഞ്ഞതിന്റെ പിന്നിൽ ഇത് അറിഞ്ഞുകൂടാ. ഇത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ദൈവം എന്തിനാ ഇങ്ങനെ കുറച്ച് പേരെ തെരഞ്ഞെടുത്തത്? നമ്മൾ ദൈവത്തെ അറിയാൻ പറ്റി. ഞാൻ ഈ പറയുന്ന ക്രിസ്ത്യാനികളെ കുറിച്ച് മാത്രമല്ല. ഞങ്ങൾ തിരുവനന്തപുരത്ത് ധ്യാനം നടത്തുമ്പോൾ ഓരോ ധ്യാനത്തിനും ഈ മാമോദീസ സ്വീകരിക്കാത്ത അല്ലെങ്കിൽ ക്രിസ്ത്യാനികളല്ലാത്ത ആളുകൾ ഒത്തിരി പേര് വരാറുണ്ട്. അവർ വരികയും ഈശോയെ കേൾക്കുകയും ഈശോയെ സ്നേഹിക്കുകയും എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. ഞാൻ സമയം കളയുന്നില്ല. അതായത് യൂട്യൂബിൽ വചനം പ്രസംഗിക്കുന്നതുകൊണ്ട് അക്രൈസ്തവരായ ആയിരക്കണക്കിന് ആളുകൾ യേശുവിനെ അറിയാനിടയായിട്ടുണ്ട്. അവരൊക്കെ വരും, പലപ്പോഴായിട്ട് വരും, കാണും, സംസാരിക്കും, പ്രാർത്ഥിക്കും, അങ്ങനെ യേശുവിലേക്ക് വരും, അങ്ങനെ കാര്യങ്ങൾ പോട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ ഈ തെരഞ്ഞെടുപ്പിന് എന്താ ആധാരം? അത് മനുഷ്യന്റെ ഒരു മേന്മയും കൊണ്ടല്ല, ദൈവത്തിന് മാത്രമേ അറിയൂ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തത്. അങ്ങനെ ദൈവം തെരഞ്ഞെടുത്തു. നിങ്ങളുടെ തലയ്ക്കകത്ത് ഇത് കയറണം. എന്നെ എൻ്റെ ദൈവം തെരഞ്ഞെടുത്തതാണ്. അപ്പോൾ ഭൂമുഖത്തിൽ മറ്റെല്ലാ ജനതകളെക്കാൾ ചെറുതായിരുന്നത് കൊണ്ടാണ്. അപ്പൊ ഇനി വായിച്ച എഫേസോസ് 1:1 നമ്മൾ വായിച്ചിരുന്നല്ലേ? എഫേസോസ് 1 വായിച്ച 1:4 തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. 5-ാമത്തെ വാക്യം ഉറക്കെ വായിക്കാവോ? യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അതായത് ഇത് വെറുതെ സംഭവിച്ചല്ല. ദിസ് ഈസ് നോട്ട് ആക്സിഡന്റൽ. ആകസ്മികമല്ല, അവിചാരിതമല്ല. ഇത് പ്ലാൻഡ് ആണ്, ഇത് സ്ക്രിപ്റ്റഡ് ആണ്, ഇത് ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവം എഴുതി വെച്ചതാണ്. വചനം പറയുകയാണ്, അവിടുന്ന് മുൻകൂട്ടി തെരഞ്ഞെടുത്തു, മുൻകൂട്ടി നിശ്ചയിച്ചു. വായിക്കാം 5. യേശുക്രിസ്തു വഴി, ഉറക്കെ വായിച്ചേ. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 28, 29, 30. റോമാലേഖനം 8-ാം അധ്യായം 28, 29, 30. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, വായിച്ചേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇന്ന് ഞാൻ ക്ഷമിച്ചു. എന്തിനാണെന്നറിയാലോ? ഇന്ന് ഞാൻ ക്ഷമിച്ചു, നാളെ ഞാൻ അടുത്ത് വരും. എന്നിട്ട് എന്താ കൊണ്ടുവരാത്തേന്ന് ചോദിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഇന്ന് ഞാൻ ക്ഷമിച്ചു. ഓക്കെ, വായിച്ചേ. അപ്പോ വായിച്ചേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാം. ആർക്കാണ് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നത്? എല്ലാവർക്കും അല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കാണ്. ഇത് വിളിക്കപ്പെട്ടവരെ കുറിച്ചും തെരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ചും മാത്രമുള്ള വചനമാണ്. ലോകത്തെല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഈ വചനം ആപ്ലിക്കബിൾ അല്ല. ഇത് തെരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ചുള്ള വചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു നമുക്കറിയാമല്ലോ. 29 അവിടുന്ന്, ഉറക്കെ വായിച്ചേ, മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ഇത് ഒത്തിരി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള വചനങ്ങളാണ്. മനസ്സിലായി? അതായത് ഇത് ലോജിക്കലി നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഈ വചനങ്ങൾ വായിക്കുമ്പോൾ. ആ ചോദ്യങ്ങളിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ആ ചോദ്യങ്ങൾക്കൊന്നും തൃപ്തികരമായ ഉത്തരം ഒരിടത്തും ഇല്ല. അതായത് ദൈവം എന്താണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്? നിങ്ങളെന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ കുടുംബത്തിൽ വേറൊരാളെന്താ ജനിക്കാത്തത്? വേറൊരാളെന്താ യേശുവിനെ അറിയാത്തത്? വേറൊരാളടുത്ത് എന്താ സുവിശേഷം എത്താത്തത്? ഇതിനൊന്നും മറുപടിയില്ല.
നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു, നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ അറിയൂ, നമ്മൾ ആ തെരഞ്ഞെടുപ്പിനെ മാത്രമേ ധ്യാനിക്കാവൂ. വേറെ അതിന് അനുബന്ധമായ ഒരു ചോദ്യം ഇപ്പൊ ചോദിക്കരുത്. നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. എൻ്റെയിലും ഇല്ല, ആരുടെയിലും ഇല്ല. ഞാൻ കുറെ അലഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ, ആരുടെയിലും ഇല്ല. ഒരു തൃപ്തികരമായ ഉത്തരം ഒരിടത്തും കിട്ടിയിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ആ വഴിക്കൊന്നും പോകരുത്. ഇതിപ്പോ ഇത്രയേ ഉള്ളൂ, എന്നെ ദൈവം തെരഞ്ഞെടുത്തു, അത് ധ്യാനിക്കുകയാണ് ഞാൻ. അതിന് അനുബന്ധ ചോദ്യങ്ങളൊന്നുമില്ല. അപ്പോ വായിച്ചേ. അതായത് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. മറ്റൊരു വചനം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാമത്തെ വാക്യം. യോഹന്നാൻ 6:44. യോഹന്നാൻ 6:44 വായിച്ച. യോഹന്നാൻ: എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്തേക്ക് വരാൻ സാധ്യമല്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്തേക്ക്. അപ്പൊ അതിൻ്റെ അർത്ഥം പിതാവായ ദൈവം ആകർഷിച്ചു, തെരഞ്ഞെടുക്കപ്പെട്ടവരെ പിതാവായ ദൈവം ആകർഷിച്ചു. അങ്ങനെയാണ് അവര് യേശുവിലേക്ക് വന്നത്. യോഹന്നാൻ 15:16. യോഹന്നാൻ 15:16 വായിക്കാം. യോഹന്നാൻ 15:16 വായിച്ചേ. നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതായത് നിങ്ങൾ യേശുവിനെ കണ്ടെത്തുകയല്ല, യേശു നിങ്ങളെ കണ്ടെത്തുകയാണ് ചെയ്തത്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പറയാവോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പസ്തോല പ്രവർത്തനത്തില് വളരെ 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 ഷോക്കിംഗ് ആയ ഒരു വചനമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായത്തില് 38-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം എല്ലാവരും എടുത്ത് വായിക്കണം. അപ്പസ്തോല പ്രവർത്തനം 13:38. സഹോദരരെ, നിങ്ങളിത് അറിഞ്ഞുകൊള്ളണം. ഒന്നുകൂടെ വായിച്ചേ. സഹോദരരെ, നിങ്ങളിത് അറിഞ്ഞുകൊള്ളണം. നിങ്ങൾക്ക് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ വഴി അത്രേ, യേശു വഴി അത്രേ. മോശയുടെ നിയമം വഴി നീതീകരണം ഓക്കെ. അപ്പോ ഉണ്ട്. ഇനി അവിടുന്ന് താഴോട്ട് വരുമ്പോൾ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് യേശു വഴി നീതീകരണം കിട്ടും. അങ്ങനെ വിശ്വാസം വഴി യേശുവിലൂടെയുള്ള നീതീകരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ 48-ാമത്തെ വാക്യം വായിക്കാം. 48 വായിച്ചേ. ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതീയർ സന്തോഷഭരിതരായി കർത്താവിന്റെ വചനത്തെ പ്രകീർത്തിച്ചു. നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിച്ചു. അതായത് സുവിശേഷം ഒരിടത്ത് പ്രഘോഷിക്കപ്പെട്ടപ്പോ നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ എവിടെയോ ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട് അതിന്റെ പുറകിൽ. ഒരാൾ യേശുവിനെ അറിഞ്ഞതിന്റെ പിന്നിൽ, ഒരാൾ യേശുവിലേക്ക് വന്നതിന്റെ പിന്നിൽ, ഒരാൾ യേശുവിനെ സ്വീകരിച്ചതിന്റെ പിന്നിൽ, ഒരാൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതിന്റെ പിന്നിൽ, ഒരാളുടെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടതിന്റെ പിന്നിൽ, ഒരാൾ എവിടെയെങ്കിലും വെച്ച് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ടതിന്റെ പുറകിലെല്ലാം എവിടെയോ നമുക്കറിയാത്ത, നമ്മുടെ ജ്ഞാനത്തിന് മനസ്സിലാകാത്ത, നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ദൈവം അത് എങ്ങനെയോ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അടുത്ത വാക്യം വായിക്കാം. 2 തിമോത്തി 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. 2 തിമോത്തി 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേ. ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും, വായിച്ചേ, വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ അതായത് നമ്മളെ വിളിച്ചത് നമ്മൾ പ്രവർത്തിച്ചിട്ടൊന്നുമല്ല, മറിച്ച് യുഗങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിൽ ദൈവം നമുക്ക് നൽകിയ കൃപയുടെ ഒരു തെരഞ്ഞെടുപ്പ് അനുസരിച്ചാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലാഖി 1-ൽ ജനം പറയുകയാണ്, നീ ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ മറുപടി, സ്നേഹിച്ചത് കൊണ്ടാണ് നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത്. സ്നേഹിച്ചത് കൊണ്ടാണ് ഏസാവിനെ ഞാൻ തള്ളിക്കളയുകയും യാക്കോബെ നിന്നെ ഞാൻ
തിരഞ്ഞെടുക്കുകയും ചെയ്തത് നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. ഒരു വചനം കൂടെ വായിക്കാം. ജെറമിയ 1:5. ജെറമിയ 1:5. ജെറമിയ 1 വായിച്ച്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെ ഞാൻ പ്രായോഗികമായിട്ടൊരു ഒരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അപ്പം നമ്മൾ ഇന്ന് ഈ രാത്രി ചിന്തിച്ചത്, ദൈവം പറയുകയാണ്, ദൈവത്തോട് നമ്മൾ ചോദിക്കുകയാണ്, ദൈവമേ നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ആ ചോദ്യം ചോദിക്കാൻ നമ്മുടെ മനസ്സിൽ വന്ന കാരണങ്ങൾ, നമുക്കിപ്പോൾ രോഗമുണ്ട്, ദാരിദ്ര്യമുണ്ട്, കടക്കെണിയുണ്ട്, മക്കളെക്കുറിച്ച് ഭാരമുണ്ട്, ജീവിത പങ്കാളിയെക്കുറിച്ച് വിഷമമുണ്ട്, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ഒത്തിരി കാര്യങ്ങൾ പരാജയമുണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിൽ ആ നീരാളിപ്പിടുത്തത്തിൽ വീർപ്പ് മുട്ടി നിൽക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ചോദിക്കും, ദൈവമേ നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നോട് വല്ല സ്നേഹവും നിനക്കുണ്ടോ? എന്നെ നീ കൈവിട്ടോ? എന്നെ ദൈവത്തിന് വേണ്ടേ? ഞാൻ ഇന്നലെ ആളുകൾ എഴുതി തന്ന പ്രാർത്ഥന ഞങ്ങൾ വായിക്കായിരുന്നു. അതിനകത്ത് ഒരാൾ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് എന്നെ വേണ്ടേ? ദൈവത്തിന് എന്നെ വേണ്ടേ? ഈ ചോദ്യം എല്ലാം ചോദിക്കുന്നത് വീട്ടിലെ കാര്യമൊന്നും ശരിയാവുന്നില്ല, ഒന്നും. അപ്പോൾ ഈ കാരണങ്ങൾ വെച്ചിട്ട് നമ്മൾ ചോദിക്കേണ്ടത്, ദൈവമേ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ഞാനൊരു കാര്യം മാത്രം പറയാം. അതായത് നമ്മൾ വളരെ വിഷമിച്ച് നിൽക്കുമ്പോൾ, നമ്മളൊരു സ്ഥലത്ത് ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ, നമ്മളെ അറിയാവുന്ന ഒരാൾ, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ അവിടെ ഉണ്ടെന്നറിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം. ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ ഒരു ദിവസം വളരെ വിഷമിച്ച് നിന്നു. കാരണം ഞങ്ങൾ നാട്ടിലേക്ക് വരണം, പെന്തക്കോസ്താ ഞാൻ നാട്ടിൽ തുടങ്ങി. ഞങ്ങൾ വന്ന് പിറ്റേ ദിവസം അവിടുന്ന് ഞങ്ങൾ വേറെ രാജ്യത്തു നിന്ന് വരികയാണ്. അപ്പോൾ അവിടെ വന്നിറങ്ങിയിട്ട് ഞാനും ബ്രദറും ഉണ്ട്. ഞങ്ങൾക്ക് ആ ഫ്ലൈറ്റ് കിട്ടി. നാട്ടിൽ പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് അടുത്ത സർവീസിന് എനിക്ക് കയറണം തിരുവനന്തപുരത്ത്. അപ്പോൾ ആ ടൈം അനുസരിച്ചാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അബുദാബി എയർപോർട്ടിൽ അമ്പപെരുന്നാളിൻ്റെ ആൾക്കൂട്ടം, ഭയങ്കര ജനം. അപ്പോൾ മനസ്സിലായി ഫ്ലൈറ്റ് ലേറ്റായിട്ടാണ് വന്നത്. ഇനി ആ സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോഴേക്കും ഫ്ലൈറ്റ് ടൈം കഴിയും. അപ്പോൾ ഞങ്ങൾ വിഷമിച്ചു. കാരണം അടുത്ത ഫ്ലൈറ്റ് അവർ തരും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ഈ ധ്യാനം മുടങ്ങിപ്പോവും. അങ്ങനെ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ വിഷമിച്ച്, ദൈവമേ ഇത് എങ്ങനെ, ഏറ്റവും പറയലാണ് ഞങ്ങൾ ഇങ്ങനെ ജനം അങ്ങ് നിൽക്കുകയാണ്. ജനം, ഭയങ്കര ജനം. അത് എല്ലാ ഫ്ലൈറ്റെല്ലാം കൂടെ വന്ന് ഇറങ്ങി എല്ലാം കൂടെ അങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ വിഷമിച്ച് അങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവിടുത്തെ പിന്നെ യൂണിഫോം ഇട്ട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഡാനിലച്ചാ? ഞാൻ പറഞ്ഞു ഡാനിലച്ചൻ. അപ്പോൾ എന്നോട് പറഞ്ഞു എന്താ? ഞാൻ പറഞ്ഞു, സഹോദര എനിക്ക് ഇതിന് പോകേണ്ടതാണ്, പക്ഷെ അതിന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഇത് ഭയങ്കര ആള്. അപ്പോൾ പറഞ്ഞു, അച്ഛന് ഈ ഫ്ലൈറ്റാണോ പോകണ്ടേ? അതെ. അയ്യോ അത് സമയമായല്ലോ, വിഷമിക്കണ്ട, അച്ഛൻ വരാൻ പറഞ്ഞു. ആരെങ്കിലും ഉണ്ടോ കൂടെ? ഞാൻ പറഞ്ഞു, ഞാൻ ബ്രദറുണ്ട്, വിളിക്ക് വാ പാം. ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോയി ഏറ്റവും ഫ്രണ്ടിൽ നിർത്തി സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് കൊണ്ട് ഫ്ലൈറ്റ് കയറ്റി വിട്ടു. ഞാൻ പറയുന്നതേ അത്ഭുതം പറയാനൊന്നുമല്ല, എന്തൊരാശ്വാസമെന്നറിയാവോ? അതായത് ഈ ആരും അറിയാത്തൊരു സ്ഥലത്ത് നമ്മളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് നമ്മളെ അറിയാം. ഇങ്ങനെയാണെങ്കിൽ ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളിങ്ങനെ വല്ലാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഈ സർവപ്രപഞ്ചത്തെയും മെനഞ്ഞുണ്ടാക്കിയ ദൈവത്തിന് നിങ്ങളെ അറിയാമെന്ന് മാത്രമല്ല, അവൻ നിങ്ങളെ അനാദിയിലെ തെരഞ്ഞെടുത്തതാണ് എന്ന് പറയാനാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നത്. നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തതാണ്. നിങ്ങളെ ദൈവത്തിന് അറിയാം. മോശയോട് ദൈവം പറയുന്നൊരു വാചകമുണ്ട്, മോശേ എനിക്ക് നിന്നെ അറിയാം. മോശേ എനിക്ക് നിന്നെ അറിയാം. അതായത് ഈ അഖിലാണ്ട കടാകത്തെ മെനഞ്ഞുണ്ടാക്കിയ സർവചരാചരങ്ങളുടെയും വിധാതാവായ ദൈവത്തിന് ഈ പാവപ്പെട്ടവനെ അറിയാം. അത് ഇന്ന് ഇന്നലെ തുടങ്ങിയ അറിവല്ല, ലോകസ്ഥാപനത്തിന്, ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ്, ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിന്നെ അറിയാം. മലാഖിയിലൂടെ ദൈവം പറയാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തില്ലേ? പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ,
അതുകൊണ്ട് നാം ദൈവത്തിന് നന്ദി പറയുന്നത് നമുക്ക് കിട്ടിയ ഭൗതിക അനുഗ്രഹങ്ങളെ പ്രതിയല്ല. ദൈവമേ, അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തു, ഞങ്ങൾ അങ്ങയുടെ സ്വന്തമാക്കപ്പെട്ട ജനമെന്ന് അത് ലത്തീൻ കുർബാനയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ ജനം, തെരഞ്ഞെടുക്കപ്പെട്ട ജനം, സ്വന്തമാക്കപ്പെട്ട ജനം, ഞങ്ങൾ പുരോഹിത രാജ്യം എന്നറിയപ്പെടുകയും അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ എല്ലായിടത്തും പ്രഘോഷിക്കാൻ അന്ധകാരത്തിന്റെ ലോകത്തിൽ നിന്ന് അങ്ങേ വിസ്മയനീയ പ്രകാശത്തിലേക്ക് അങ്ങ് ഞങ്ങളെ വിളിക്കുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും ഭദ്രാസന്മാർ അധികാരികളോടും എല്ലാം ചേർന്ന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുക. നമ്മൾ സ്തുതിക്കുന്നത് നമുക്ക് തേങ്ങയും മാങ്ങയും കിട്ടിയതിന്റെ പേരിലൊന്നുമല്ല. ദൈവമക്കൾ സ്തുതിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പേരിലാണ്. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം.